സാക്ഷര കേരളം, സുഭിക്ഷ കേരളം, സമ്പന്ന കേരളം എന്നൊക്കെ അഭിമാനിക്കുന്ന നമ്മുടെ നാടിന് കളങ്കമെന്നോണം നമ്മുടെ നാട് ലഹരി മാഫിയകളുടെ തലസ്ഥാനം എന്ന നിലയിലേക്കാണോ നമ്മുടെ സഞ്ചാരം? സമീപ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നൂറുകണക്കിന് വാർത്തകൾ നൽകുന്ന സൂചനകൾ അപ്രകാരമാണോ? ലഹരി മാഫിയയുടെ പിടിയിലായോ കേരളം? സമീപകാലത്ത് കേരള സർക്കാർ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പിടിയിലായവരിൽ 1/4 21 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് എന്ന ഞെട്ടിക്കുന്ന വാർത്തയും നമ്മുടെ മുമ്പിൽ വെക്കുന്ന സൂചന എന്തൊക്കെയാണ്? കേരളം ഡ്രഗ് മാഫിയയുടെ തലസ്ഥാനമാവുകയാണോ? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു കഴിഞ്ഞ 20 വർഷമായി മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്ന അഡ്വക്കേറ്റ് ചാർലി പോൾ, സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം സാമൂഹിക നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വറിനെയും, ഒപ്പം റിട്ടയർഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ സുരേഷ് റിച്ചാർഡിനെയും ഈ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വാർത്തകൾ നമ്മൾ കാണുന്നു. കാക്കനാട് നടക്കുന്ന ഫ്ളാറ്റിൽ നടന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ ചെറിയ ചെറുപ്പക്കാരെ വരെ ഈ ദിവസങ്ങൾ, ഇന്നലെ തന്നെ നമ്മൾ അറിഞ്ഞു, ചെറിയ കുട്ടികൾ വരെ ഈ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടുന്ന സൂചനകൾ നമ്മൾ കാണുന്നു. അവരും പല കേസുകളിൽ പ്രതിയാകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി കഴിഞ്ഞ വാരങ്ങളിലൊക്കെ ബോംബെയിൽ കപ്പലുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിൽ ഇത്രത്തോളം വലിയ രീതിയിൽ നമ്മൾ മുമ്പൊന്നും കാണാത്ത വിധത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഒരു ആശങ്ക തന്നെയായി വരികയല്ലേ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ? തീർച്ചയായിട്ടും വളരെ കൂടുതൽ, പ്രത്യേകിച്ച് ഈ നർക്കോട്ടിക്സ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം, പ്രത്യേകിച്ച് ക്യാമ്പസുകളില്, അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ, എനിക്കൊന്ന് മദ്യവും സിഗരറ്റും ആയിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഒരു ഫാഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്ന ഒരു ഫാഷൻ ആയിരുന്നു. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നത് ആൾക്കാർക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ആൺകുട്ടികളൊന്നും സിഗരറ്റ് ഒളിച്ചെന്ന് വലിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നില്ല കോളേജിലൊന്നും. അപ്പൊ നമ്മൾ ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ നന്നായി പോയോ, അല്ലെങ്കിൽ ഇവരൊക്കെ ലഹരി മരുന്നുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ കൊണ്ടുവന്നത് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊക്കെ വലിയ ഡ്രഗ് മാഫിയയുടെ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ കൃത്യമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിന്റെ കാരിയേഴ്സ് ആയിട്ട് പല വിദ്യാർത്ഥികളും മാറുന്നുണ്ടെന്ന് അടുപ്പമുള്ള പോലീസ് ഓഫീസേഴ്സ് സംസാരിക്കുക. പ്രത്യേകിച്ച് ഞാൻ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ്. കോടതികളിൽ NDPS കേസുകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, വളരെ അതിശക്തമായ നിയമം നമുക്കുണ്ട്. ടെക്നിക്കാലിറ്റി മുഴുവൻ നോക്കി ഇതിന്റെ എല്ലാ തരത്തിലുള്ള കോടതികൾ NDPS കേസുകൾ ഒരു 80%-ലധികം കേസുകൾ ശിക്ഷയിലേക്ക് തന്നെ പോകണം. കാരണം എല്ലാ ഫോർമാലിറ്റിയും കംപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് NDPS കേസുകളൊക്കെ വരുന്നത്. പക്ഷെ അവിടെ കാണുന്ന ഏറ്റവും വലിയ അപര്യാപ്തത എന്ന് പറയുന്നത്, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിന്റെ സോഴ്സിനെ പറ്റി ഒരു അന്വേഷണവും നടക്കാറില്ല. സോഴ്സ് എന്ന് പറയുന്നത്, കാരണം ഇത് എവിടുന്ന് വരുന്നു, ആരിലേക്ക് കൊണ്ടുപോകുന്നു. പലപ്പോഴും നമ്മൾ ഈ കാണുന്ന വാർത്തകൾ, 21 വയസ്സ് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്യാരിയേഴ്സിന്റെ വാർത്തകൾ മാത്രമാണ് നമ്മൾ കാണുക. ഇതിന്റെ സോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, അന്വേഷണം നടക്കാറേ ഇല്ല. ഇതിന്റെ രണ്ടറ്റവും പ്രധാനപ്പെട്ട തലവന്മാരായിരിക്കാം, വലിയ സംഘടിത ശക്തികളായിരിക്കാം. അവരിലേക്ക് കേസ് എത്തുന്നേയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നത്. ശരി, ഈ എന്തുകൊണ്ടായിരിക്കും ഈ പ്രൊഫഷണൽ കോളേജുകൾ എന്തുകൊണ്ടായിരിക്കും ഇവരുടെ ഒരു ശ്രദ്ധാകേന്ദ്രമാകുക? ഇവരുടെ പഠനത്തിന്റെ പിരിമുറുക്കോ അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ആണോ ഇവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് അങ്ങ് നിരീക്ഷിക്കുന്നുണ്ടോ? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ ഇതിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. കാര്യം ഒന്ന്, അവരുടെ അവർ കൂടുതൽ ഇടപഴകി ജീവിക്കാൻ കഴിയുന്നവരാണ്. കാര്യം നമുക്കറിയാം, രാത്രി കാലങ്ങളിലൊക്കെ വളരെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട്, ഹോസ്റ്റൽ ലൈഫിലും ഒക്കെ. അപ്പൊ കുറച്ചുകൂടെ സ്വാതന്ത്ര്യബോധം അവർക്കുണ്ടായതുകൊണ്ട് അവരിലേക്ക് ഇത് എത്താൻ വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനൊക്കെ പോകുമ്പോൾ പിള്ളേരുടെ കയ്യിൽ പണം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം വീട്ടിലൊക്കെ പണം കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീടും ഒക്കെ വിട്ടിട്ടാണ് പലരും മാറി നിൽക്കുന്നത്. ഇപ്പൊ പണത്തിന്റെ വരവ് കൂടുന്നതോടുകൂടി, അല്ലെങ്കിൽ കയ്യിൽ പണം വരുന്നതോടുകൂടി
ഫാഷൻ ആയിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഇത് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പിരിമുറുക്കത്തിന്റെ ഭാഗമായിട്ടൊന്നും ചെയ്യുന്നതല്ല. പല വിദ്യാർത്ഥികളൊക്കെ ചെയ്യുന്നത് ഒരു ഫാഷൻ, ഒരു തമാശയ്ക്ക് തുടങ്ങുന്നതാണ്. ഒരു എന്താ പറയുക, ഒരാൾ ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ചുമ്മാ ഒന്ന് വരച്ച് ഇവർ ആരാധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്ന ഇവരുടെ ഫാൻസ് ഒക്കെ ചെയ്യുന്നത് ശരി പോലെ ഇവർ ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഇവരങ്ങ് തുടങ്ങുകയാണ്. അതാണ് അതിന്റെ പ്രശ്നം. ശരി. മാത്രമല്ല ഇവർക്ക് ഈ പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ ഇതിന് ധനം കിട്ടാനുള്ള ഒരു മാർഗം കൂടിയായിട്ട് ഇത് ഉപയോഗിക്കുന്നതും ഉണ്ടാകും. കാരണം ഫീസ് അടയ്ക്കാനൊക്കെ എന്ന നിലയിൽ അതെ അതെ, പോലും. കാര്യം അത് ഉം, കൃത്യമാണ്. ഉം. തീർച്ചയായും അതെ അതെ, തീർച്ചയായും ഇവർ ഈ തീർച്ചയായും. പണം കൃത്യമായിട്ട് ഇവർക്ക് ഇതിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ട്, പുറത്തുനിന്ന് പണം ലഭിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ കൂടുതലാണ് നമ്മുടെ കുട്ടികളുടെ. പണ്ട് നമുക്കറിയാലോ, ഇപ്പൊ ഉം. ഞാനൊക്കെ 85-85 ജനിച്ച് ഈ 2 കാലഘട്ടം കാണുന്ന മനുഷ്യനാണ്. നമുക്ക് ശരി ശരി ഇന്ററാക്ഷൻ ശരി പണ്ട് ശരി. ഇല്ലായിരുന്നു. തീർച്ചയായും ഇത് തീർച്ചയായും വളരെ തിരിച്ചു വരാം കൂടുതലാണ്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ചാർലി പോൾ, അങ്ങ് ഈ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഈ സമീപ നാടുകളിൽ ഇത്തരത്തോളമുള്ള കേസുകൾ ധാരാളം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്? ഒരു കാലത്ത് മദ്യവും അല്ലെങ്കിൽ പുകവലിയും ഒക്കെ ആയിരുന്നു നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമെങ്കിൽ ഇന്ന് അതിനെയൊക്കെ അതിലംഘിക്കുന്ന വിധത്തിൽ ഇത്തരം സംഭവങ്ങൾ വരുന്നു. എന്തായിരിക്കാം ഇതിനുള്ള കാരണങ്ങൾ? ഇത് കുടുംബാന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ വീട്ടിൽ അവർക്ക് ലഭിക്കുന്ന റെസ്പെക്റ്റുകൾ ലഭിക്കാതെ വരുന്നോ, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെയാണോ ഇതിലേക്ക് നയിക്കുന്നത് നമ്മുടെ യുവജനങ്ങളെ? ഒന്ന് ഉപയോഗിക്കാനുള്ള എളുപ്പമാണ്. കാരണം മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാല് സ്മെല്ലുണ്ടാവും. പിന്നെ സംഘം ചേർന്നായിരിക്കും അതിന് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മദ്യം കഴിച്ചിട്ടുള്ള അതിന്റെ ലക്ഷണങ്ങൾ ആളുകൾക്ക് ആ മണത്തിൽ നിന്നും അയാളുടെ പെരുമാറ്റത്തിൽ നിന്നും ശരീരത്തിൽ നേർത്തെ നിൽക്കാൻ പറ്റാത്ത വരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ പെട്ടെന്ന് പ്രകടമാകും. ഇപ്പൊ മയക്കുമരുന്നിലേക്ക് ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചു എന്ന് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ശരി അങ്ങനെയുള്ള ശാരീരിക പ്രകൃതങ്ങളോ അല്ലെങ്കിൽ മാനസിക പ്രകൃതങ്ങളോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് കുറെ കാലം നമുക്ക് അങ്ങനെ തുടരാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് അവര് വയലന്റ് നേച്ചറിലേക്ക് വരുന്നത്. ഇപ്പൊ ഷാരൂഖ് ഖാന്റെ മകന്റെ ആരി ഖാൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ 4 വർഷമായി ആ കുട്ടി അത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത്രയൊക്കെ ആവുമ്പോഴേക്കാണ് നമ്മൾ പിടിക്കപ്പെടുന്ന സ്റ്റേജിലേക്കോ അറിയപ്പെടുന്ന സ്റ്റേജിലേക്കോ വരുന്നത്. അതായത് ഒരു വീട്ടിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നുള്ള നമ്മുടെ മക്കളെ പോലും കണ്ടറിയാൻ ഒരു പക്ഷേ ഒറ്റ നിരീക്ഷണത്തിൽ നമുക്ക് സാധ്യമാവുകയില്ല. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്നലെ ഒരാൾ എന്നെ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായിട്ട് പിടിക്കുക. അപ്പോഴാണ് പോലീസ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് വീട്ടിൽ വരിക. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയുടെ പേര് പച്ച കുത്തിയിട്ടുണ്ട്. പിന്നീട് അറിയുമ്പോഴാണ് അദ്ദേഹം ചികിത്സിച്ചു. ഇപ്പൊ നമ്മള് തൊടുപുഴയുള്ള പൈങ്കുളത്താണ് 3 വട്ടം ചികിത്സിച്ചിട്ടും അദ്ദേഹം സുഖപ്പെട്ടില്ല. വീണ്ടും അദ്ദേഹം അടിച്ചു പൊളിച്ച് തിരുവനന്തപുരത്ത് ഇപ്പൊ 19 കാർ ഒരാൾ അടിച്ചു പൊളിച്ച പോലെ ഒരു ഓട്ടോറിക്ഷവൻ അടിച്ചു പൊളിച്ചു. അവനെ കെട്ടിയിട്ട് വീണ്ടും ഭ്രാന്താശുപത്രി കൊണ്ടുപോയി. അവൻ തിരിച്ച് വീണ്ടും വന്നിട്ട് ഇപ്പൊ അവൻ ഓൺലൈൻ വഴി ഷർട്ടാണ് വരുത്തിയിട്ട് അതിന്റെ പൈസ മേടിച്ചു കൊടുത്തു. പക്ഷെ അവൻ കത്തിയാണ് വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ അവന് അമ്മയെ സംശയമാണ്. എല്ലാവരെയും വെല്ലുവിളിച്ചു നടക്കാണ്. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ഞാൻ ഇതിന്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ലേഖനമായിട്ട് എഴുതിയിരുന്നു, എങ്ങനെ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് 7ാം ക്ലാസ് മുതൽ അവൻ ഉപയോഗിക്കുന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ 7ാം ക്ലാസ് മുതൽ ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ള വിവരം അവൻ കൗൺസിലറോട് പറഞ്ഞു എന്നാ പറയണത്. അപ്പൊ അത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഇത് പിടികിട്ടിയുള്ളൂ എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ നമുക്ക് പിടികിട്ടുകയാണെങ്കിൽ അവർ രക്ഷപ്പെടുത്താൻ എളുപ്പമാണ്. അല്ലെങ്കിൽ അത് അത്ര എളുപ്പമല്ല. ഡ്രഗ്സ് ഉപയോഗിച്ച ആള് അവരുടെ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമായതുകൊണ്ട് സുഖപ്പെടുത്തുക അത്ര എളുപ്പമല്ല. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ ദേവപ്രസാദ്, അങ്ങ് നമുക്കറിയാം പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും ധീര യോദ്ധാക്കന്മാരെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരു ഡ്രഗ് ക്യാപിറ്റൽ എന്നൊക്കെ നിലയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി പഞ്ചാബാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. എത്രയോ ശക്തമാണ് അവിടെയുള്ള ഈ ഡ്രഗ് മാഫിയകളുടെയും കാർട്ടലുകളുടെയും ഒക്കെ സാന്നിധ്യം നമുക്കറിയാം. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നുണ്ട് എന്ന ആശങ്ക അങ്ങേക്കുണ്ടോ? ഇനി ഒരു സാമ്പത്തിക ലാഭം എന്നതിനപ്പുറമായിട്ട് കേരളം ഇത്തരത്തിലുള്ള ഒരു മാഫിയകളുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിൻ്റെ കാരണങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ? പഞ്ചാബിൽ ഉള്ളതുപോലുള്ള എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ഇവിടെ പ്രത്യേകമായി നിരീക്ഷിക്കാനുണ്ടോ? ശ്രീ ടി ദേവപ്രസാദ്. നമ്മള് ഇപ്പൊ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാതെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ കേൾക്കുന്ന വാർത്തകളും ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ ഈ ലഹരി രാഷ്ട്രീയം, ലഹരി എന്ന് പറയാൻ പറ്റിയല്ല, ഈ നാർക്കോട്ടിക്, ഈ മയക്കുമരുന്ന് കച്ചവടം വളരെ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. അപ്പം ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഈ ഒരു വർഷം തന്നെ 5000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കേസുകൾ
അതിപ്പോ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കാരിയേഴ്സിലാണ് ഇതെത്തുന്നത്. അവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. കാരിയേഴ്സ് അറസ്റ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കനുസരിച്ചും കാരിയേഴ്സിൽ എല്ലാ സമൂഹക്കാരും അതെ ഉണ്ടാകുന്നുള്ള. അതെ പക്ഷെ ഈ കാരിയേഴ്സ് എന്ന് പറയുന്നത് അതിലെ വെറും നത്തോലികളാണ്. അവരല്ല അതിനകത്തെ പ്രധാന കഥാപാത്രം. പ്രധാന കഥാപാത്രങ്ങളെ നമ്മൾ ഈ വിനോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് അവരിൽ എത്താനോ അവരെ കണ്ടുപിടിക്കാനോ ഒന്നും നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നില്ല. നമുക്കറിയാം ഇവിടെ ഒരു ഈ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യാപകമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല മുതിർന്നവരുടെ ഇടയിലും ഈ ലഹരി മയക്കുമരുന്ന് വ്യാപിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഗുരുതരമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മറ്റു ചാനലുകൾ അനലൈസ് ചെയ്യുന്നത് പോലെയല്ല. ഷക്കീനായ്ക്ക് ഈ കാര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്വ ബോധത്തോടെ ചേർന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല. അതെ നമ്മുടെ സമൂഹം നശിക്കുന്നു എന്നുള്ള ദാരുണമായ ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ചാർലി പറഞ്ഞില്ലേ, 7ാം ക്ലാസ് മുതൽ പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായ പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തുക മാത്രമല്ല അതിന് ഗൗരവതരമായ ആരെയും കുറ്റപ്പെടുത്താതെ, ഇപ്പൊ ആരിഫ് മുഹമ്മദ് അല്ല നമ്മുടെ ഷാരൂഖ് ഖാന്റെ മകൻ പിടിയിലായതുകൊണ്ട് അവരുടെ മാധ്യമങ്ങൾക്ക് എന്തും പറയാം. സാധാരണ അവർക്ക് അതിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തും പറയാം. അത് അവര് ചെറുപ്പത്തിലെ സ്വാതന്ത്ര്യം കൊടുത്താൽ അങ്ങനെ ചെറുപ്പത്തിലെ സ്വാതന്ത്ര്യം കൊടുക്കാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതൊരു വലിയ ഗൗരവതരമായ സമൂഹത്തിന്റെ ഒരു പ്രശ്നമായി നമ്മൾ കണക്കാക്കണം. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തത്തെ കുറിച്ച് നമ്മൾ ഇപ്പോഴും ശരിക്കും ബോധവാന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു 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 കുപ്പി കള്ളു കുടിക്കുന്ന പോലെ അല്ല ഇത്. ഒരിക്കലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അനുഭവസ്ഥർ പറയുന്ന അല്ലെങ്കിൽ അറിവുള്ളവർ പറയുന്നത് അവനെ ഒരു അഡിക്റ്റ് ആക്കുന്നു. അഡിക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിച്ചെടുക്കാൻ സാധ്യമല്ല, അതിന്റെ ഇമ്പോസിബിൾ ആണെന്ന്. പിന്നെ വിനോദ് നിയമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിന്ന് വായിച്ചു, ഞാൻ നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് സ്പെഷ്യലൈസ് ചെയ്തൊരു മേഖലയല്ല. ഇന്ന് ഞാൻ വായിച്ചപ്പോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മറ്റേ ഷാരൂഖ് ഖാന്റെ മകനെ കുറിച്ച് വായിച്ചപ്പോൾ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അഡിക്റ്റ് ആണെങ്കിൽ അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് അതിന്റെ ഒരു എക്സെപ്ഷൻ കിട്ടുമെന്ന് നോട്ടുണ്ട്. അവർക്ക് പണിഷ്മെന്റ് ഇല്ല, അവർക്ക് ട്രീറ്റ്മെന്റിന് പോയാൽ മതി. ആ നിയമത്തിൽ അതിനുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ അഭിഭാഷകർ കണ്ടുപിടിക്കാൻ മാത്രമുള്ള ലൂപ്പ് ഹോൾസ് ഇപ്പോഴും നിയമത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അഡിക്റ്റ് ആയിട്ടുള്ളവര് മാപ്പ് പറഞ്ഞാൽ അവർ നന്നാകും എന്നുള്ള ഒരു പ്രതീക്ഷയില് അവരെ ഇതിൽ നിന്ന്, അവരെ ശിക്ഷയിൽ നിന്ന്, പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കി അവരെ പിന്നെ എന്താ ഈ റിക്കവറിക്ക് വേണ്ടി വിടുവോ, ചികിത്സയ്ക്ക് വേണ്ടി വിടുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഈ നമ്മൾ സമീപകാലത്ത് വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്ന പോലെ മോനെ ഞാൻ ഷാരൂഖ് ഖാൻ അല്ല, നീ അവന്റെ മകനും അല്ല, അതുകൊണ്ട് എന്നെ പിടിച്ചാൽ പോലീസ് പിടിക്കും എന്നുള്ള അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഞാൻ അതിന്റെ ഒരു നമ്മളിപ്പോ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു ആംഗിളിലേക്കല്ല പോകുന്നത്. ഇതിനകത്ത് പിന്നെ നിതിൻ ചോദിച്ച പോലെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇതെങ്ങനെ കേരളത്തിൽ എത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്തുന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോ സമീപകാലത്തായി വരുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഒരു സംഭവം ബോധപൂർവം ചിലരെ നശിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്താണ് ഈ പാലാപിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുള്ള ആ പ്രശ്നങ്ങൾ വരിക. അതായത് ഇപ്പം എല്ലാ സമൂഹത്തിലും ഉള്ളവരിപ്പം ഈ മയക്കുമരുന്നിന് അടിമകളാണ്. അത് മുസ്ലിമുകൾ മാത്രമല്ല. പക്ഷെ മുസ്ലിമുകളെ കുറിച്ച് നമ്മൾ പറയുമ്പം ഒരു ആദരവോടെ പറയേണ്ട ഒരു സംഭവം, അവരെ സംബന്ധിച്ച് ഇത് ഹറാമാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ എന്നാൽ അമുസ്ലിമുകളെ വശത്താക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാൽ അത് ഹലാലായി മാറുമെന്നുള്ള ഒരു പ്രബോധനം അവർക്കുണ്ടെന്നാണ് അവരെ കുറിച്ച് അറിയുന്നവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിൽ കൂടെ നടക്കുന്നു എന്നുള്ള, അതായത് ഈ ഇതിനകത്ത് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ മതം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പം മയക്കുമരുന്നിൽ കേസിൽ പിടികൂടുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാ സമൂഹത്തിലുണ്ട്. നമ്മൾ എല്ലാവരെയും ആരൊക്കെ അതിനകത്താണോ അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നടക്കുന്നത്, അതായത് ഞാൻ പറഞ്ഞത് മയക്കുമരുന്ന് അടിച്ചു, അത് കഴിഞ്ഞ് അതിന്റെ അനന്തരഫലമായിട്ട് ലൈംഗിക ഏർപ്പെട്ടു, അത് കഴിഞ്ഞ് മതം മാറണം എന്ന് പറയുന്നത് ആ പറയുന്നിടത്താണ് ഇതൊരു വെറും മയക്കുമരുന്ന് നമുക്ക് ആർക്കും സംശയം തോന്നുന്നുണ്ട്. വേറൊരു സംഭവം കൂടെ ഞാൻ പറയാം. അതായത് ഈ മാഫിയയുടെ ഒരു സ്വാധീനത്തെ കുറിച്ചാണ്. ഒരു രൂപതയില് പിന്നെന്താ ഈ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള മീറ്റിംഗിൽ അവിടുത്തെ രൂപത പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ടർ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറഞ്ഞാണ്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു വീട്ടുകാരൻ ഒരു കൊച്ചിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടിരുന്നു. ആ കൊച്ച് വളരെ നന്നായി ജീവിച്ച കൊച്ചാണ്. ഹൈസ്കൂളിലും കണ്ട് പഠിക്കുന്നതാണ്. ഐഡന്റിറ്റി എല്ലാം ഒളിച്ചു വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ഇത് നമുക്ക് കൃത്യമായ തെളിവുള്ളതല്ല. പക്ഷെ പറഞ്ഞൊരു സംഭവം എങ്ങനെയാണ്, അത് ഇങ്ങനെ ഈ കുഞ്ഞ് ഒരു കാരണവശാലും കാരണവന്മാരുമായിട്ട് യോജിച്ചു പോകാത്തത് കൊണ്ട്
അവര് ഒന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. പ്രാർത്ഥിക്കാനൊന്നും കൊച്ചിന് ഇഷ്ടമായിരുന്നില്ല. പണ്ട് പള്ളിയോടൊക്കെ വളരെ ചേർന്ന് നടന്നൊരു കുഞ്ഞാണ്, ദേവാലയത്തോടൊക്കെ ചേർന്ന് നടന്ന കുഞ്ഞാണ്. അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ചു, എങ്ങനെയാലും അവൻ പ്രാർത്ഥനയ്ക്ക് സമ്മതിച്ചു. അവനൊരു കൗൺസിലിങ്ങിന് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് വന്നത് അവൻ എങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, അച്ഛൻ അന്വേഷിച്ചപ്പോ അവനെ പോലെ ആ സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട പലരും ഇതിന്റെ വിതരണക്കാർ കൂടിയാണ്. ഇത് പുറത്തറിഞ്ഞാൽ ഇവരെ പിടിക്കും പോലീസ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിപ്പോ നമുക്ക് എന്തുമാത്രം പുറത്ത് പറയാം. അപ്പൊ ഇനിയിപ്പോ ഇത് കഥയാണോ സംഭവം പറഞ്ഞാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് കാരണം പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത്, ഇങ്ങനെ 4-5 പിള്ളേരെ നിരുത്സാഹപ്പെടുത്തിയപ്പം ഈ അച്ഛൻ പറയുന്ന, അച്ഛനെ ആരോ വിളിച്ചിട്ട് പറഞ്ഞു ഈ പണി നിർത്തിയേക്കണം, ഇല്ലെങ്കിൽ തന്റെ തടിക്ക് കേടാണ്. ഈ വിളിച്ചത് ആരാണെന്ന് ആരും അറിയുന്നില്ല. ഒരു ഇടവകയെ പോലും അങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രത്തോളം അപകടമാണ്. അച്ഛൻ രൂപതയിലുള്ള പ്രധാന ആളായോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വ്യാപകമായി ഒരു 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 മാഫിയ സംഘത്തിന്റെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ഇവിടെ ശ്രീ ജിദേവപ്രസാദ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ അതിനകത്ത് ഉണ്ടോ, നമ്മുടെ നിയമത്തിലുണ്ടോ? ഇങ്ങനെ അഡിക്റ്റായ ആളുകൾക്ക് അതിൽ നിന്ന് നിയമത്തിന് വലിയ ശിക്ഷകളില്ലാതെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഒരു ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ നമ്മൾ എത്രത്തോളം ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം കഠിനമാണ് നമ്മുടെ നിയമം എന്ന് വെച്ചാൽ ഇതിൽ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷ നമ്മുടെ സംവിധാനം ഉറപ്പ് വരുത്തുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തുക? തീർച്ചയായിട്ടും ഇപ്പം ഞാൻ കൊല്ലം സെഷൻസ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. NDPS കേസ് ഞാൻ എടുക്കാറില്ല. കാര്യം അത് വേറൊരു എനിക്ക് താല്പര്യമില്ലാത്തൊരു ഭാഗമായതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് NDPS കേസിന്റെ ട്രയൽ. അത് NDPS കേസ് ചെയ്യുന്ന അഭിഭാഷകർ പോലും, അതാണ് അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. NDPS കേസ് ഇപ്പൊ ഞാൻ 302 അടക്കമുള്ള കേസ് കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷെ NDPS കേസ് ഒരിക്കലും എന്നെ അന്വേഷിച്ച ഒരു ക്രിമിനൽ ലോയർ എന്നല്ല എന്നിലേക്ക് വരില്ല. NDPS കേസ് ചെയ്യുന്നത് പോലും സ്പെഷ്യലൈസ് ചെയ്യുന്ന വക്കീലന്മാർ, അവരിലേക്ക് അത് എത്തുള്ളൂ. കാരണം അതിനകത്ത് പോലും ഈ കണക്ഷൻ ഉണ്ട്. അതാണ് പ്രശ്നം. നർക്കോട്ടിക്സ് കേസ് ചെയ്യുന്ന അഭിഭാഷകർ എന്ന് പറയുന്നത് അവരത് മാത്രമേ ചെയ്യുള്ളൂ. അവരുടെ കണക്ഷൻ എങ്ങനെയാണ്, അവരിലേക്ക് വരുന്ന പ്രതികൾ എങ്ങനെയാണ്, ഇനി ഒരു കരിയറിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ആരാണ്? ഈ കൊടുത്തുവിട്ട ആളാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ കൃത്യമായിട്ട് കോടതിയിൽ ഫീസ് കൊടുക്കുന്നതും അഭിഭാഷകനെ കാണിക്കുന്നതും എല്ലാം ഇവരാണ്. പക്ഷെ അവർ ഒളിമറയത്താണ്. കോടതിയിൽ കൃത്യമായിട്ട് ഞാൻ നിസ്സഹായമായ കോടതികൾ പലപ്പോഴും ജില്ലാ കോടതിയൊക്കെ ഈ പറയുന്ന എക്സൈസ് ഓഫീസേഴ്സ് വന്ന് മൊഴി പറയാൻ വരുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങള് ഇപ്പൊ ഒരിടത്ത് തമാശ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു കേസ് ഞാൻ കോടതി കണ്ടൊരു കേസാണ്. തമിഴ്നാട്ടിൽ നിന്ന് KSRTC ബസ്സിൽ ഒരു പാണ്ടിക്കാരനായിട്ടുള്ള, അങ്ങനെ പറയാൻ പാടില്ല, തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മനുഷ്യൻ ബാഗിനകത്ത് ഇതുമായി വരുന്നു. അദ്ദേഹത്തെ പുനലൂരിൽ വെച്ചിട്ട് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു ഇദ്ദേഹത്തിന്റെ ബാഗിൽ കഞ്ചാവാണെന്ന്. അപ്പോ ഈ ബസ് പോകുന്നത് പത്തനംതിട്ടയ്ക്കാണ്. കോന്നിയിൽ ഇദ്ദേഹം ഇറങ്ങുമെന്നും പറഞ്ഞ് അവിടെ NDPS നർക്കോട്ടിക്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇദ്ദേഹം വന്ന് ഇറങ്ങുന്നു, പിടിക്കുന്നു. അപ്പൊ കോടതി ചോദിച്ച ചോദ്യം, നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സാധനം അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്ര കിലോ കഞ്ചാവ് ഇദ്ദേഹം എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? അവരെയും കൂടെ പിടിച്ചുകൂടായിരുന്നോ എന്ന് ജുഡീഷ്യൽ ഓഫീസർ ആയിട്ടുള്ള ഒരു ലേഡി, മാം പേര് ഞാൻ പറയുന്നതിൽ അവർ ഈ ഓഫീസറോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ കൊണ്ട് തീരുകയാണ്. ഒരു പാലത്തിൽ കയറി, ഒരു പാലത്തിലേക്ക് കയറുമ്പോൾ പാലം കട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവിടേക്ക് 2 സൈഡിലേക്ക് അടുത്ത പാലം വിട്ട് അവര് അതുമായിട്ട് പോകും. അപ്പൊ ആ പ്രതിക്ക് ശിക്ഷ കിട്ടുന്നുണ്ട്. നർക്കോട്ടിക് കൃത്യമായിട്ട് ടെക്നിക്കാലിറ്റി 57 പ്രൊസീജിയറും ഒക്കെ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. ഇവര് ശിക്ഷ ജയിലിലേക്ക് പോകുന്നു. അപ്പൊ ഈ കൊടുത്തുവിടുന്ന ആളെ അടുത്ത കരിയറിനെ ഒപ്പിക്കുന്നു. ഇതിങ്ങനെ അനുസ്യൂതം. അതായത് ഇതിന്റെ യഥാർത്ഥ സോഴ്സിനെ അറിയാനോ അന്വേഷിക്കാനോ അവര് പിടിക്കാനോ ഉള്ള, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥത സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ഇല്ല എന്ന് മനസ്സിലാക്കണം. പോലീസിന് നല്ല ഓഫീസേഴ്സ് ഉണ്ടെന്നേ, ഈ ടീമിലൊക്കെ നല്ല ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷെ അവരെ പലപ്പോഴും മുറയിൽ തകർത്തിട്ട് അവരെ മാറ്റുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ഭയമായിരിക്കാം, ഇത്തരം ഒരു സംഘടിതമായ ശ്രമത്തിനെതിരെ പ്രതികരിക്കാൻ ഭയമായിരിക്കാം. ഇനി ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതാണ് നമ്മൾ ഇതിന്റെ ഉപരിവിപ്ലവമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതൊക്കെ നിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ? അതായത് നമ്മുടെ ചാരായ നിരോധനം തൊട്ടുള്ള കഥ നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ? അതെ, ഞാൻ രസകരമായി പറയും. ഇപ്പൊ ഹുമയൂൺ, നമ്മൾ കുറച്ചുകൂടി ചരിത്രം പഠിക്കുമ്പോൾ ഹുമയൂൺ ചക്രവർത്തി ടെറസിൽ നിന്ന് വീണ് മരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു കഥ അതുമായി ബന്ധപ്പെട്ട ചരിത്രമുള്ളത്, അദ്ദേഹം നല്ല മദ്യപാനിയായിരുന്നു എന്നാണ് പറയുന്നത്. മുഗൾ സാമ്രാജ്യപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും നന്നായി മദ്യപിക്കുന്ന, അല്ലെങ്കിൽ അന്നത്തെ നമുക്കറിയാലോ അവരുടെ പാനീയങ്ങൾ ഉപയോഗിക്കുന്നവർ. പക്ഷെ അവരുടെ രാജ്യത്ത് അവർ ഈ മദ്യം സാധാരണ മനുഷ്യരെ കൊടുക്കില്ലായിരുന്നു. അതായത് എലൈറ്റ് ക്ലാസ്സിന് മാത്രമേ മദ്യം കൊടുക്കുകയുള്ളായിരുന്നു. അവർക്കറിയാം, അവരിങ്ങനെ
നോക്കും ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ മദ്യപിച്ച് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കാര്യം അവർക്കറിയാം എലൈറ്റ് ക്ലാസ്സിലേക്ക് ഇത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പൊ റോട്ടറിയിലും ലയൺസിലും ഒക്കെ പോകുന്ന എത്രയോ പേരെ എനിക്കറിയാം. മദ്യപിക്കാൻ വേണ്ടി ലയൺസ് ക്ലബ്ബിൽ, റോട്ടറി ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന എത്ര ഉന്നത കുല അല്ലെങ്കിൽ ഉന്നതമായ ജോലി ചെയ്യുന്ന എത്ര പേരെ എനിക്കറിയാം. അവർ പോകുന്ന എന്തിനാ? ഭാര്യയുമായിട്ട് അവിടെ മീറ്റിങ്ങിന് പോകുന്നത്. ഭർത്താവ് 2 അടിക്കും, ഭാര്യ വണ്ടി ഓടിക്കും, വീട്ടിൽ പോകും. ഇതേ സാധനം, ഇതേ മദ്യം നിങ്ങൾ താഴേക്കിടയിലേക്ക് വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവരാണ് റോഡിൽ കിടന്ന് അടി കൂടുന്നത്. ഞാൻ പറഞ്ഞത് മദ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രശ്നമാണ്. അപ്പൊ ഈ സാമൂഹ്യ വ്യവസ്ഥ മാറണം. അതായത് നമ്മൾ തമ്മിലുള്ള അന്തരം ഉണ്ട്. ഈ പണമില്ലാത്തതിന്റെ, സാമ്പത്തികമില്ലാത്തതിന്റെ, ആൾസ്വാധീനമില്ലാത്തതിന്റെ, അല്ലെ ആൾബലമില്ലാത്തതിന്റെ ഒക്കെ പേരിൽ ഒരുപാട് പേര് മാറ്റി നിർത്തപ്പെടുമ്പോൾ അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ സമൂഹത്തോടുള്ള വിരോധവും വിദ്വേഷവും ഒക്കെ അവർ പുറത്തു കാണിക്കുന്നത് ഇത്തരത്തിൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ചുള്ള ക്രൈമിലൂടെയാണ്. അപ്പൊ സാമൂഹ്യ അന്തരത്തിൽ ജനങ്ങൾ ഈക്വൽ റൈറ്റ്സിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ ഉപയോഗം കുറവ്. നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും തുല്യനീതിയാണ്, തുല്യ അവസരങ്ങളാണ്, തുല്യ സാഹചര്യങ്ങളാണ്, തുല്യ സാമ്പത്തിക സമത്വമുണ്ട്. അവിടെ അവരെ സംബന്ധിച്ച് ഫ്രസ്ട്രേഷൻ ഇല്ല. ശരി, അതായത് അങ്ങ് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മദ്യം അല്ലെങ്കിൽ ഈ ലഹരി മരുന്നുകളൊക്കെ ഒരു നിരോധനം കൊണ്ട് ഒന്നും തീർക്കാവുന്ന വിഷയമല്ല. അതിനകത്ത് വളരെ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട്. മൂന്നാംകിട രാജ്യത്തിൽ അത് നടക്കുന്നത്. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ മുമ്പിൽ എത്രയോ കേസുകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ആര്യൻ ഖാനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ മാധ്യമങ്ങളുടെ വലിയ ഒരു TRP റേറ്റിംഗിന്റെ ഒക്കെ ഭാഗമായി അത് ചർച്ചയാകുന്നു, അത് വലിയ ന്യൂസ് ഡിബേറ്റുകളായി മാറുന്നു. പക്ഷേ സുശാന്ത് രജ്പുതിന്റെ സംഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും ഈ ബോളിവുഡ് എന്ന ഇൻഡസ്ട്രി, അത് ബോളിവുഡിനെ മാത്രമല്ല, ഷോബിസുകൾ മുഴുവൻ കേരളത്തിലാണെങ്കിൽ പോലും നമുക്കറിയാം ഒരു വലിയ ഒരു മരുന്നിന്റെ പേരിൽ തന്നെ, ഒരു കഞ്ചാവിന്റെ പേരിൽ തന്നെ വലിയ ഹിറ്റ് സിനിമകൾ വരെ ഉണ്ടാകുന്ന ഒരു നാട് കൂടിയാണല്ലോ കേരളം. ശരിക്കും നമ്മുടെ യുവജനങ്ങളെയൊക്കെ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പോപ്പുലർ കൾച്ചറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? പ്രത്യേകിച്ച് സിനിമകൾ, ദൃശ്യങ്ങൾ, ടെലിവിഷനുകൾ, അവരുടെ സെലിബ്രിറ്റികൾ, ക്രിക്കറ്റ് താരങ്ങൾ, ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ വലിയ ഒരു സ്വാധീനം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പോപ്പുലറൈസ് ചെയ്യുന്നതിനും ഗ്ലോറിഫൈ ചെയ്യുന്നതിനും ഒക്കെ കാരണമായി തോന്നുന്നുണ്ടോ? വളരെ ശരിയാണ്. ഒരുപക്ഷെ ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രസക്തമായ ആസ്പെക്റ്റും അത് തന്നെയാണ്. കാര്യം ഇവയെ ഗ്ലാമറൈസ് ചെയ്യുന്നതിന്, ഗ്ലോറിഫൈ ചെയ്യുന്നതിന് ഒരുപാട് പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ ദോഷകരമായി ഭവിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമുണ്ടായില്ല. ഫർദീൻ ഖാനെ വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഓർമ്മ കാണും, ഫർദീൻ ഖാൻ കോടതിയിൽ വാദിച്ചിരുന്ന ഒരു കാര്യം, ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ള ലൈഫ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആശാസ്യമല്ല. എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഇതിനെതിരാണ്, എല്ലാ ചിന്തകന്മാരും ഇതിനെതിരാണ്. അതുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം നമ്മുടെ സുബോധവും സ്വബോധവും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. 2 വിഷയങ്ങൾ കൂടെ നോക്കണം. നേരത്തെ പറഞ്ഞ വ്യക്തി വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഒരു സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലമുണ്ട്, ഒരു സോഷ്യോ എക്കണോമിക്കൽ ബേസ് ഉണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ സോഷ്യോ എക്കണോമിക്കൽ ബേസ് പോലെ ഒരു സൈക്കോ സ്പിരിച്വൽ ബേസും ഇതിലുണ്ട്, ഒരു മാനസിക ആത്മീയ തലം കൂടിയുണ്ട്. ഇന്ത്യയുടെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെയും ആൽക്കഹോളിസത്തിന്റെയും പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളിലൊന്ന് പഞ്ചാബാണ്. പഞ്ചാബ് കഴിഞ്ഞാൽ കേരളമാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ഥലങ്ങളിലൊന്ന്. ഈ സ്ഥലത്തിന്റെ സാംസ്കാരികപരമായ സാമൂഹികമായ പശ്ചാത്തലങ്ങളൊക്കെ ഇതിന്റെ പാത്രീഭവിക്കാറുണ്ട്, കാരണഭൂതമാകാറുണ്ട്. അപ്പൊ 2-3 കാരണങ്ങൾ. ഇതിനെതിരെ ശക്തമായ ജാഗ്രത വേണം. 2, ഇതിനെതിരെ ആന്റൈ ക്യാമ്പയിൻ വേണം. ഈ ക്യാമ്പയിനുകൾ വിജയിക്കില്ല എന്ന് പറയുന്നവരോട് സൂചിപ്പിക്കാനുള്ളത് ആന്റി ടൊബാക്കോ ക്യാമ്പയിൻ ആണ്. ഇന്ത്യയിൽ വളരെ സമർത്ഥവും വിദഗ്ധവുമായി ഒരു വലിയ പരിധി വരെ ഗവൺമെന്റും ബാക്കി ഏജൻസീസും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു സോഷ്യൽ ക്യാമ്പയിൻ ആയിരുന്നു ടുബാക്കോയ്ക്കെതിരെ നടക്കുന്നത്. നമ്മൾ ടിവിയിലും സിനിമാ തിയേറ്ററിലൊക്കെ നമ്മൾ ട്രോൾ ചെയ്യുമെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ഇമ്പാക്ട് രാഹുൽ ഈശ്വർ പറഞ്ഞത് 100% യോജിക്കുന്നു. തുടരാം. ഒറ്റ വരി കൂടി ഞാനടക്കം യുവജന കമ്മീഷന്റെ ഭാഗം എന്നപ്പോൾ ഞങ്ങൾ കോൺസീവ് ചെയ്തൊരു ക്യാമ്പയിനാണ് അയ്യോ നീ വലിക്കുമോ എന്നല്ല, അയ്യേ നീ വലിക്കുമോ എന്നാണ്. ഇതിനോട് ഒരു ഷെയിം അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, നാണക്കേട് അസോസിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരുപക്ഷെ അങ്ങും ഞാനും ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ഓർമ്മ കാണും, നായകൻ എന്ന് പറഞ്ഞാൽ സൈഡിൽ വന്ന് ഇങ്ങനെ 2 പുക വിടുന്ന ആളാണ് നായകൻ എന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. സുഗതകുമാരി ടീച്ചറൊക്കെ ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഹീറോ വൽക്കരിക്കാൻ, ഗ്ലാമറൈസും ഗ്ലോറിഫൈയും ചെയ്യാൻ മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഇതിനെ മാക്സിമം നമ്മൾ ഡിസ്കറേജ് ചെയ്യണം. ആൽഡെക്സ് സക്സി പോലുള്ള ദാർശനികർ അവരുടേതായ തലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മൈക്രോ മൈനോറിറ്റി മാത്രമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ബ്രെയിനിനെ പെർമനന്റ്ലി ഡാമേജ് ചെയ്യുന്നതാണ് ഇത്തരം കെമിക്കൽസ്, ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ. അതുകൊണ്ട് അവയ്ക്കെതിരെ ഒരു ജാഗ്രത വേണം, ബോധവൽക്കരണം വേണം. കുട്ടികൾ ഇത് ചെയ്യില്ല എന്ന് പറയുന്നതിന് ഒരു അഭിമാനം വേണം. ഈ സോഷ്യൽ ഡ്രിങ്കിങ് പോലെയാണ്. മദ്യ
മദ്യം കണ്ടാൽ നരകത്തിൽ പോകുന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ പ്രശ്നം വലിയൊരു ശതമാനവും സോഷ്യൽ ഡ്രിങ്കിങ് തുടങ്ങി ചില പരിധി ഒരു 10% ആൾക്കാരെങ്കിലും ആൽക്കഹോളിക്സ് ആയി പോകാറുണ്ട്. തീർച്ചയായും. അതായത് ചിലരുടെ ബ്രെയിനിന് അഡിക്റ്റീവ് ടെൻഡൻസീസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത്ര ആൾക്കാരെ തിരഞ്ഞു പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വളരെ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ശക്തമായ ഒരു അവയർനെസ് വേണം. ഡ്രഗ്സിനെതിരെ, എല്ലാത്തരം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയും ജീവിതമാകുന്ന മഹത്തരമായ ലഹരിയെ പുൽകാനും ബാക്കി വ്യാജ ലഹരികളെ ഇല്ലാതാക്കാനുമുള്ള മനോഭാവം ഉണ്ടാക്കുന്നതിൽ ഷെയ്ഖിന ടിവിക്കടക്കം നമ്മുടെ മാധ്യമങ്ങളടക്കം വലിയൊരു പങ്കുണ്ട്. ഇത് തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ചാർലി പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വന്ന വാർത്തകളുടെ എല്ലാം, പ്രത്യേകിച്ച് ക്രൈം വാർത്തകളുടെ എല്ലാം ഒരു സൈഡിൽ എവിടെയെങ്കിലും നമുക്കറിയാം അവർ ലഹരി ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ലഹരി കടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ത്രീ പീഡനമായിക്കോട്ടെ, അല്ലെങ്കിൽ പിടിച്ചുപറി ആയിക്കോട്ടെ, മോഷണമായിക്കോട്ടെ, അങ്ങനെ ഒരു ശരിക്കും ഈ പറയുന്ന ലഹരിയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സോഷ്യലായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ക്രൈമുകളുടെ റേറ്റുകൾ പോലും നമുക്ക് കുറയ്ക്കാനും അതിനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും അവിടെയാണെന്ന് തോന്നുന്നു ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ ഒരു മർമ്മം കിടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഗാന്ധിജി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് മദ്യം. ഈ ദിവസങ്ങളിൽ പത്രവാർത്ത എടുത്ത് നോക്കി, അച്ഛനെ മകൻ കൊല്ലുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, ബന്ധുക്കൾ പരസ്പരം അടിച്ചു മരിക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ കുടുംബ കലഹങ്ങൾ എടുത്താൽ, ഗാർഹിക പീഡനങ്ങൾ എടുത്താൽ, വിവാഹമോചന കേസുകൾ എടുത്താൽ, ആത്മഹത്യകൾ എടുത്താൽ, അതുകൊണ്ടാണ് സകല തിന്മകളുടെയും പുറകിൽ മദ്യത്തിന്റെ അംശം നമുക്ക് കാണാൻ കഴിയും. ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു നോക്കി, ആ കൊലപാതകങ്ങൾക്ക് മുമ്പൊക്കെ അവർ സംഘം ചേർന്ന് മദ്യപിച്ചിരുന്നു, അല്ലെങ്കിൽ സംഘം ചേർന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അതൊരു ഉന്മാദം ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സകല തിന്മകളിലേക്ക് ഇത് പോകാനായിട്ട് ഇത് ഇടവരുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്, ഇത് ഒരു തമാശയ്ക്ക് വേണ്ടിയോ അനുകരണത്തിന് വേണ്ടിയോ ഒക്കെ തുടങ്ങി വെക്കുമ്പോൾ പലരുടെ സോഷ്യൽ ഡ്രിങ്കിങ് ഹാബിറ്റിനെ കുറിച്ച് പറഞ്ഞു. അവര് നൽകുന്ന സാക്ഷ്യം ഒരിക്കലും ഗുണകരമല്ല. ഇപ്പൊ നമുക്ക് പല ക്ലബ്ബുകാരുണ്ട്, ആ 10 ആള് മദ്യപിക്കുമ്പോൾ 2 ആള് മദ്യാസക്തരായി തീരും. കാരണം ഇവരുടെ 7 തലമുറ വരെയുള്ള ആളുകൾ മദ്യാസക്ത രോഗികളായിട്ടുള്ളവരാണെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്ത് അടുത്ത തലമുറയിലേക്ക് വരും. ഇപ്പൊ എന്റെ പിതാവ് മദ്യപാനായിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ, അദ്ദേഹം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, എന്നിൽ ആ ഇൻഹെറിറ്റ് ചെയ്ത് ആ അഡിക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ബ്രെയിൻ കെമിസ്ട്രി എനിക്കുണ്ട്. എന്റെ അപ്പാപ്പം വരെയുള്ള ആളുകൾ എനിക്കറിയാമുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള 7 തലമുറയിൽ ആസക്തി രോഗികൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ പറയുന്നത് ഫസ്റ്റ് പെഗ് ഈസ് ദ ഡേഞ്ചറസ് പെഗ് എന്ന് പറയും. നമ്മുടെ 7 തലമുറയുടെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെയല്ല, ഇൻഹെറിറ്റ് ചെയ്ത് നമ്മിലേക്ക് വരുന്നുണ്ട്. അപ്പൊ 7 തലമുറയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ മദ്യാസക്തരായിരുന്നോ ലഹരിക്ക് ആസക്തരായിരുന്നോ നമുക്കറിയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി അപ്രകാരമാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആദ്യത്തെ ഉപയോഗം തന്നെ, അത് മദ്യമാണെങ്കിലും ശരി, മയക്കുമരുന്നാണെങ്കിലും ശരി, ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറിയിരിക്കുന്നതാണ് നല്ലത്. മയക്കുമരുന്നിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മദ്യം ചിലപ്പോൾ ഒരു അടിച്ചാലൊന്നും അങ്ങനെ ആസക്തി ഇല്ലാത്ത ആളാണെങ്കിൽ അങ്ങനെ പോകില്ല. നമ്മളിതിനെ ഒരു സാമൂഹ്യ ധാർമ്മിക പ്രശ്നമായിട്ടല്ല കാണേണ്ടത്, നേരെ മറിച്ച് ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഡിസോർഡർ ആണ്. അതുകൊണ്ടാണ് ഇത് സൗഖ്യപ്പെടുത്തുക അത്ര എളുപ്പമല്ല എന്ന് പറയാൻ കാരണം. പ്രത്യേകിച്ച് ലഹരി വസ്തു തലച്ചോറിനെ ബാധിച്ചിട്ട് അവന്റെ ചിന്തയിലെ സ്വഭാവത്തെ മറ്റെല്ലാ തലങ്ങളെയും അത് ബാധിക്കുകയാണ്. അവനെ മാത്രമല്ല, അവനുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും, കുടുംബത്തെ, അവന്റെ ബന്ധുമിത്രാദികളെ ഒക്കെ ബാധിക്കുന്നു. അവന് പിന്നീട് എല്ലാവരെയും കാണുന്ന ഒരു വസ്തുവായിട്ടോ കാണുന്നത്, പിതാവായിട്ടോ മാതാവായിട്ടോ ബന്ധുക്കളായിട്ടോ ഒന്നും നോക്കി കാണാൻ കഴിയില്ല. ആ തരത്തിലുള്ള ഒരു ബ്രെയിൻ കെമിസ്ട്രിയുടെ ഉടമയായിട്ട് മാറാണ്. പലപ്പോഴും ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന ശേഷം, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുട്ടി തുടങ്ങിയതായിരിക്കും, പക്ഷെ നമുക്ക് പ്രകടമായ ലക്ഷണയ്ക്ക് വരുമ്പോഴേക്കും 1-2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എത്ര കാലം ലഹരി മരുന്ന് ഉപയോഗിച്ചോ അത്ര കാലത്തെ ചികിത്സയുടെ മാത്രമേ നമുക്ക് തിരിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വീണ്ടും അതിന്റെ പ്രേരണ അവനിൽ കിടക്കുന്നതുകൊണ്ട് വീണ്ടും അങ്ങനെ ആയിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുന്ന എല്ലാവരും തന്നെ 3-4 ഡി അഡിക്ഷൻ, ഇന്നലെ വിളിച്ച ആളാണെങ്കിലും 4 തവണ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആളാണ്. അതായത് ഒരു തവണ ഇതിന് അടിമയായ ആളുകളെ നമുക്ക് അതിൽ നിന്ന് മോചിപ്പിക്കുക അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. തീർച്ചയായിട്ടും വളരെ പ്രയാസകരമായിട്ടുള്ള ദൗത്യമാണ്. അതുകൊണ്ട് ചെന്ന് പെടാതിരിക്കുക തന്നെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള കുട്ടികളുടെ ഇടപെടലിനെ കുറിച്ച് മാതാപിതാക്കൾ ഒരു ജാഗ്രത പുലർത്തണം. പലപ്പോഴും ആ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയുക, അവരുമായിട്ട് എപ്രകാരമുള്ള ബന്ധങ്ങളാണെന്നുള്ള അറിയുക, ഒരു നിരീക്ഷണം നമുക്ക് വേണ്ടതാണ്. പാരന്റിങ്ങും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. കുട്ടികൾക്ക് ഈ നമ്മുടെ ഐറിഷ് കവിയായ
ഈ ഓസ്കാർ വൈൽഡ് പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികളെ സന്തുഷ്ടരാക്കിയാണ് അവരെ നല്ലവരാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പലപ്പോഴും നമ്മൾ അവരെ മെരിക്കുകയാണ്, ഇണക്കുകയല്ല. നമ്മൾ പലപ്പോഴും കുടുംബങ്ങളിൽ കണ്ടിട്ടുണ്ടോ, പക്ഷിമൃഗാദികളെല്ലാം നമ്മൾ ഇണക്കിയെടുക്കുകയാണ്. നേരെ മറിച്ച് മക്കളെ നമ്മൾ മെരുക്കിയെടുക്കുകയാണ്. ഈ മെരുക്കിയെടുക്കുമ്പോൾ അവന്റെ തലച്ചോറിനെയും അവന്റെ മനോഭാവങ്ങളെയും ഒക്കെ അത് അടിച്ചമർത്തുകയാണ്. ഈ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഒരു വിസ്ഫോടനത്തിന് വേണ്ടിയിട്ട് അവൻ ലഹരിയുടെ മാർഗങ്ങളിലേക്ക് പോയേക്കാം. അതുകൊണ്ട് പാരന്റിങ് എന്ന് പറയുന്നതും മനുഷ്യരെ പഠിപ്പിക്കേണ്ടതും അങ്ങനെ കൊണ്ടുവരേണ്ടതുമായ തലമാണ്. മറ്റൊന്ന്, അപകർഷബോധത്തിൽപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഇതിനകത്ത് പോകാം, ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്നവർ പോകാം, പഠന വൈകല്യമുള്ളവർ പോകാം. അങ്ങനെ ഒരുപാട് തലങ്ങളിൽപ്പെട്ട ആളുകൾ, മാനസിക രോഗികളുടെ കുടുംബത്തിൽപ്പെട്ടവർ അങ്ങനെ പോയി എന്ന് വന്നേക്കാം. താളപ്പഴയുള്ള മാതാപിതാക്കളുടെ മക്കൾ പോയി എന്ന് വരേക്കാം. അപ്പോ എപ്രകാരമുള്ളവരൊക്കെ ഇതിനകത്ത് ചെന്നുപെടും എന്നുള്ളതിനെ കുറിച്ച് മുൻകൂട്ടി കണ്ട് അപ്രകാരം തന്നെ ഒരു മുൻകരുതൽ സ്വീകരിച്ചാൽ മാത്രമേ അടിസ്ഥാനപരമായിട്ട് ഇതിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കാൻ, മക്കളെ മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ 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 ശ്രദ്ധേയമായ നിരീക്ഷണമാണ് അങ്ങ് പങ്കുവച്ചത്. ശ്രീ ദേവപ്രസാദ്, അങ്ങ് ആദ്യ ചോദ്യത്തിൽ അങ്ങ് ലഹരി മാഫിയ എന്നുള്ള വാക്കിന് അങ്ങ് അറിഞ്ഞോ അറിയാതെയോ ലഹരി രാഷ്ട്രീയം എന്നൊരു വാക്ക് ഉപയോഗിച്ച് കേട്ടു. ശരിക്കും ഈ ലഹരി മാഫിയകളെയൊക്കെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുവാൻ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും ഒരു ഭയം ഉള്ളത് കൊണ്ടായിരിക്കില്ലേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ എത്രയോ ശക്തമായാണ് കേരളത്തിൽ വളർന്നു വരിക? നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കോ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കോ ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നൊന്നും അല്ലല്ലോ ഇത്. തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയവുമായിട്ട് കൂടി അങ്ങ് ബന്ധിപ്പിക്കാൻ സാധിക്കുമോ? ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മയക്കുമരുന്ന് കച്ചവടക്കാർ അതിനടങ്ങുന്നത്. അവർ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ചെയ്യുന്നത്. അതിനകത്ത് സമീപകാലത്തുണ്ടായ ഒരു പുതിയൊരു രീതിയെ കുറിച്ചാണ് നമ്മൾ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനു മുമ്പും പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കുക, പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ആ പ്രവണത സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. ഈ പണം രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഇവരുടെ സ്വാധീനം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. കാരണം നമുക്കറിയാം, ഇന്നിപ്പോ അഡ്വക്കേറ്റ് വിനോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കണ്ണിയിലേക്ക് പോകാത്തത്. രണ്ടാമത്തെ കണ്ണിയിലേക്ക് പോകാത്തതിന് ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല, അതിന് നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഈ പ്രത്യേക തെളിവുകളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ വേറൊരു വളരെ ശ്രദ്ധേയമായ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ കേരളത്തിലെ തന്നെ ചില പ്രധാനപ്പെട്ട പാർട്ടികളുടെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരൊക്കെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ, അവരൊന്നും ഭരണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവരൊന്നും ആയിരിക്കണമെന്നില്ല, കേസുകളിലൊക്കെ പ്രതികളായിട്ടൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമുക്ക് തരുന്ന ഒരു സൂചന ആ പാർട്ടിയെ കുറിച്ചും ആ നേതാവിനെ കുറിച്ചും മാത്രമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള അടുപ്പം, ഇവർ മാഫിയാക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരാരെ വിനിയോഗിക്കണം എന്നുള്ള അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. നമ്മൾ ബോംബെയിലെ കുപ്രസിദ്ധമായ ഒരു കേസ് നമ്മൾ വായിച്ചതാണ് അല്ലെ. ഒരു മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ഒരു പയ്യനെ, മുനീഡ എന്ന് പറയുന്ന, ഉനീസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഖത്തറിലേക്കാണെന്ന് തോന്നുന്നു, അതെ, ഖത്തറിലേക്ക് ഒരു സെക്കൻഡ് ഹണിമൂൺ, അന്ന് ഈ ഉനീസ എന്ന് പറഞ്ഞ കുട്ടി ഗർഭിണിയാണ്. ഹണിമൂണിന് വിട്ടത് സ്വന്തം അമ്മായിയാണ്. അവരുടെ പേര് തന്നെ തിബൂസ എന്നങ്ങനെ. ആ അമ്മായി അവരെ പറഞ്ഞു വിട്ട് അവിടെ ചെന്നപ്പം ഇവരുടെ കയ്യിൽ ഈ മയക്കുമരുന്നുണ്ടായിരുന്നു. 4 കിലോ ഏതാണ്ട് മയക്കുമരുന്നുണ്ടായിരുന്നു. അവരോട് വേറെന്തോ ആണെന്ന് പറഞ്ഞാണ് കൊടുത്തു വിട്ടത്. അവർക്ക് ഫ്രീ ആയിട്ട് ചെലവ് മുഴുവൻ കൊടുത്താണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് പിടിയിലായി കഴിഞ്ഞപ്പം അവര് നിരപരാധികളാണ്. പക്ഷെ ഈ മയക്കുമരുന്നുകാരെ സംബന്ധിച്ചിടത്തോളം ആരെ കെണിയിലാക്കണമെന്നുള്ളതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് പണം ഉണ്ടാക്കണം. ഞാൻ ഇതിനകത്ത് വർഗീയതയൊന്നും അല്ല പറയുന്നത്. ഈ കച്ചവടത്തിൽ വ്യാപൃതരായിരിക്കുന്നവർക്ക് ആരെയും ഇത് നശിപ്പിക്കുന്ന ബിസിനസ് ആണെന്ന് അവർക്കറിയാം. ആ നശിപ്പിക്കുന്ന ബിസിനസ് ആര് നശിച്ചാലും അവർക്ക് പ്രശ്നമില്ല, പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഈ കുപ്രസിദ്ധമായ കേസ് നിങ്ങൾക്കറിയാം, 2 വർഷം അവരെ 10 വർഷത്തേക്കാണ് അവിടെ കോടതി ശിക്ഷിച്ചത്. കോടതി ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാർക്കോട്ടിക് ബ്യൂറോ ഇവിടെ ഉണ്ടായിരുന്ന ഇവർ കൊടുത്തുവിട്ടെന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഇവർ തന്നെയാണ് കൊടുത്തുവിട്ടെന്നുള്ളതിന് തെളിവ് വന്നതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ആ കുഞ്ഞ് ജയിലിൽ കിടന്നാണ് ആ പെൺകുട്ടി പ്രസവിച്ചത്. ഇതൊന്നും ഈ നാർക്കോട്ടിക് ബിസിനസ്സുകാർക്ക് ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞ്, രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ സഭയെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുത്ത് അങ്ങനെ പോയിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ നമുക്ക് അറിയാമല്ലോ ശ്രീ ദേവപ്രസാദ്. ഈ വിഷയത്തിൽ നിന്നെല്ലാം മാറാൻ വേണ്ടി, കാരണം ഈ അഡ്രസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ ക്രസ്റ്റ് എന്താണ്, അതിന്റെ സോൾ എന്താണെന്നുള്ളതൊക്കെ ചർച്ചയിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു മാഫിയ ഈ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ അത്തരത്തിലുള്ള ഡ്രഗിനെ കുറിച്ചോ ലഹരിയുടെ ദുരുപയോഗത്തെക്കുറിച്ചോ ഒന്നും
പൊതുസമൂഹങ്ങളിലോ മാധ്യമങ്ങളിലോ ചർച്ച പോലും ആകാതിരിക്കുന്നതും? ഈ ചർച്ച പോലും ആയാൽ പോലും ഇതിനകത്ത് എങ്ങനെ ഇതിന്റെ റേറ്റിംഗ് കൂട്ടാന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും വർഗീയത കൊണ്ടുവരുമോ, അല്ലെ രാഷ്ട്രീയം കൊണ്ടുവരുമോ, രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടുവരുമോ, വളരെ തന്ത്രപൂർവ്വം തിരിച്ചുവിടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈ പണം ഉണ്ടാക്കണമെന്നുള്ള അല്ലെങ്കിൽ നശിപ്പിച്ച് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ്. നമ്മൾ ഇതിനകത്ത് ആരെങ്കിലും കുറ്റം പറഞ്ഞു അയാൾ അങ്ങനെ ആയതുകൊണ്ട് അയാളുടെ സപ്പോർട്ട് കൊണ്ടോ എന്നല്ല, അവര് ഏത് തന്ത്രവും അവർ ഉപയോഗിക്കും. ഏത് തന്ത്രവും ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്താം. കുറച്ചു മുമ്പ് നിതിൻ സപ്പോർട്ട് ചെയ്ത് രാഹുലും പറഞ്ഞു നമ്മൾ ഈ ടുബാക്കോയിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ പരസ്യം കൊണ്ടല്ല മനുഷ്യന് ബോധ്യം വന്നതുകൊണ്ട് ടുബാക്കോ കഴിച്ച ആ ബോധ്യങ്ങൾ ഉണ്ടാകുന്നതിൽ പരസ്യത്തിന് വലിയ സ്വാധീനമുണ്ട് ശ്രീ ദേവപ്രസാദ്. പരസ്യത്തിന് ഞാൻ അതിനോട് പരസ്യം പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഭയങ്കര പുകവലിയായിരുന്നു. പക്ഷെ ഇതുപോലെ ഇത് നശിപ്പിക്കുന്ന ഒരു സംഭവമാണെന്ന് ഇപ്പം അങ്ങനെയെങ്കിൽ ജി ദേവപ്രസാദ്, ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ നശിപ്പിക്കുന്നതാണെന്ന് അറിയാത്ത ആളുകളാണോ ഇതിന്റെ മുന്നിലേക്ക് പോകുന്നത്? പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിസിൻ ഒക്കെ പഠിക്കുന്ന ആളുകൾ പോകുന്ന അറിയാത്തത് കൊണ്ടാണോ? അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയിരിക്കുന്ന ഇതിന്റെ ഉപയോഗത്തെ കുറിച്ച് നടത്തിയിരിക്കുന്ന പഠനങ്ങളിൽ ഒരു 6 കാരണങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം പറയുന്നത് ഫിറ്റ്, ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാൻ വേണ്ടി പിള്ളേർക്ക് തോന്നുന്ന ഒരു സംഭവം, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതിനെക്കുറിച്ച് ഇതിന്റെ പരമ്പരായികളെ കുറിച്ച് പഠിച്ചിട്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് പോകുന്നത്. രണ്ടാമത് പറയുന്നത് ഫീൽ ഗുഡ്, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. മൂന്നാമത് പറയുന്നത് ഫീൽ ബെറ്റർ, ഇന്നത്തെ സ്ഥിതിയെ കഴിഞ്ഞ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിരുന്ന. നാലാമത് പറയുന്നത് ഫീൽ സ്പോർട്സിലൊക്കെ അത് നമ്മളൊക്കെ അറിയാമല്ലോ, ഈ പിടിക്കുന്നത്. പിന്നെ ഒരു എക്സ്പെരിമെന്റ് ഇത് എന്നാന്നൊന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഏതിലൂടെ ഇവൻ വന്നാലും പിന്നെ അവസാനമായിട്ട് പറയുന്നത് ഈ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 6ാമത്തെ കാര്യം പറയും. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പൊ ചൈൽഡ് അബ്യൂസ് നടന്നിട്ടുള്ള, ചാർലി മുമ്പ് കുറച്ച് പറഞ്ഞ പോലെ ചൈൽഡ് അബ്യൂസ് നടന്നിട്ടുള്ളവരുടെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് പലതരത്തിലുള്ള ഇതുള്ള ഇങ്ങനെയുള്ളൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഏതെങ്കിലും ഒക്കെ പെട്ടതാണോ നമുക്കറിയത്തില്ല. അപ്പൊ ഇത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നുള്ള. ഇപ്പൊ കുറച്ച് മുമ്പ് ചോദിച്ചല്ലേ സെലിബ്രിറ്റീസിന്റെ ഉപയോഗത്തെ കുറിച്ച്. സെലിബ്രിറ്റീസിന്റെ നമുക്കറിയാം, സുശാന്ത് സിംഗ് എന്ന് പറഞ്ഞ ആ സിനിമാ നടൻ ഇത് കഴിച്ചാൽ മരിച്ചെന്ന് നമുക്കറിയാം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് തന്നെ എത്ര സിനിമാ നടന്മാരെ പിടിച്ചു ഇതിന്റെ കച്ചവടത്തിനായിട്ട് ബന്ധപ്പെട്ടവർ. ഇപ്പൊ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇതിപ്പോ എല്ലാവരുടെയും നമ്മൾ ഇതിനകത്ത് ഈ പിന്നെ എന്താ മുഖത്ത് പൗഡർ തേച്ച് നമ്മുടെ വൃത്തികേട് മാറ്റാനുള്ള ഒരു ശ്രമം. ഇതങ്ങനെയല്ല. ഇതിനൊരു വലിയ ഇത് നമ്മുടെ കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു കൂട്ടായ സംരംഭം വേണ്ടി വരും. ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. എനിക്കിപ്പോ ഒരു പ്രത്യേക സൊല്യൂഷൻ പറയാനില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിടത്തൊന്നുകൊണ്ടും ഇത് നിൽക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നായി പറയുന്നത്. കൂട്ടുകാർ കൊണ്ടുവന്ന ഒരു സാധനം കൊടുത്ത് ഒരു രസമാടാ ഒന്ന് നോക്കിക്കോടാ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് കിട്ടിയില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ നമുക്കറിയാം. ഇപ്പം കോഴിക്കോട് ഒരു കേസിൽ പിടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ ആദ്യമായിട്ട് ഇതിങ്ങനെ കൊടുത്ത് ഒരു സന്തോഷത്തിന് കൊടുത്തതാ അല്ലെ. അത് കഴിഞ്ഞപ്പോ അത് കിട്ടാതെയായി. അപ്പൊ അവര് വ്യവസ്ഥ വെച്ചു. ഇതൊക്കെ നമുക്ക് ഈ സംഭവങ്ങളിലെല്ലാം അറിയാം. പക്ഷെ സുഗതകുമാരി ടീച്ചറെ തന്നെ ഞാൻ കൊടുക്കുക. പണ്ട് സുഗതകുമാരി ടീച്ചർ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഈ പീഡന കേസുകളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാത്തെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും വിളിച്ച ഉടനെ ഇറങ്ങി പോവുക, വിധേയമായി കൊടുക്കുക, എന്നിട്ട് പിന്നെ അവസാനം പീഡിപ്പിച്ചെന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഗതകുമാരി ടീച്ചർ വളരെ എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരുന്നു എനിക്കറിയില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ എവിടെയൊക്കെയോ പൊളിച്ചെടുത്ത് നടത്തേണ്ടതുണ്ട്. നമ്മുടെ മതബോധനത്തിൽ എവിടെയോ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും പിടിച്ചോണ്ട് പോകുന്നു, നമ്മൾ സങ്കടം പറയുന്നു. എവിടെയാണ് നമുക്ക് പരാജയപ്പെടുന്നത്? എന്താ നമ്മൾ ഈ പെരിഫറലായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ഇതുപോലെയുള്ള ചർച്ചകൾ പറഞ്ഞാൽ ഇങ്ങനെ കുറെ കാരണങ്ങൾ പറയും. ആ കാരണങ്ങൾ നമ്മൾ അതിനെന്തെങ്കിലും അതല്ല, ഇതിനപ്പുറത്ത് എന്തോ ഉണ്ട്. ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇത് തടയണമെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനും അതിൽ നിന്ന് അവരെ രക്ഷിക്കാനുമുള്ള വളരെ ജാഗ്രതയോടെയുള്ള പ്രാർത്ഥനാപൂർവമുള്ള ശ്രമം നമ്മൾ നടത്തണം. അത് എന്താണെന്ന് എനിക്ക് ഉത്തരം പറയാനില്ല. പക്ഷെ ഈ പരിശ്രമം പോരാ എന്നുള്ളത് എനിക്ക് ഉറച്ചു ബോധ്യമുണ്ട്. കാരണം ഒരു കാര്യമുണ്ട്, നമ്മൾ കണ്ണടച്ചിട്ടാക്കിയ കാര്യമില്ല. എല്ലാ സമൂഹത്തിലും ഇത് വ്യാപകമാവുകയാണ്. ആരും ഇതിനകത്ത് രക്ഷയില്ല. ഇപ്പം നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പഠിച്ചപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞു, പണ്ട് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കി പാകിസ്ഥാൻ ഇത് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന. ഇപ്പൊ പാകിസ്ഥാനിലെ യൂത്തിൽ ഒരു 80%, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള യുവജനങ്ങൾ ഇതിന്റെയൊക്കെ അഡിക്റ്റ് ആയി മാറിയ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാതെ മാറുന്നു, ഒരു ജീവശവങ്ങളായി മാറുന്നു. ഇങ്ങനെ ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ബോധം ഒരു നിമിഷത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ മുമ്പിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ സമീപകാലത്ത് നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ വേൾഡ് അഫയേഴ്സ് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വലിയൊരു ത്രെറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അത് മറ്റൊന്നുമല്ല, താലിബാന്റെ
കടന്നുവരവ്, അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള താലിബാന്റെ കടന്നുവരവ്. നമുക്കറിയാം, ലോകത്തെ നമ്മൾ ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്ന ഒരു ട്രയാങ്കിളിലെ ഒരു കോണായിരുന്നു, ഒരു കോണാണ് എല്ലാ കാലത്തും അഫ്ഗാനിസ്ഥാൻ. പ്രത്യേകിച്ച് ഈ താലിബാൻ വരുമ്പോഴേക്കുമാണ് അവിടെ നമ്മൾ ആശങ്കയ്ക്കുള്ള വലിയ ഒരു സ്കോപ്പ് കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്തിൽ 21,000 കോടി രൂപയുടെ ടൺ കണക്കിന് നമ്മൾ ഡ്രഗ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പിടിച്ച വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലും താലിബാനിൽ നിന്ന് അത് സേഫ് ഹേവൻ ആയിട്ട് ഇന്ത്യയിലേക്ക് കടത്തുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഗ്ലോബൽ അഫയേഴ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഇത് കേരളത്തിൽ പോലും ചങ്കിടിപ്പിക്കാനുള്ള കാരണമാണ്. കാരണം ഈ 21,000 crore ഡ്രഗ് കൺസീൽമെന്റ് ഉണ്ടായത് പോലും, അത് ഇറക്കുമതി ചെയ്യാനുള്ള ഇത് കൊടുത്തിരിക്കുന്നത് പോലും ചെന്നൈയിലുള്ള ഒരു ദമ്പതികളാണെന്ന്, അല്ലെങ്കിൽ ഹൈദരാബാദ് ഒരു ദമ്പതികളെ ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആശങ്കയ്ക്ക് ഇനിയും ആശങ്കപ്പെടേണ്ട സാധ്യതകൾ കൂടുകയല്ലേ? തീർച്ചയായും നമ്മൾ ഇതിനെതിരെ ഒരു വാർ ഓൺ ഡ്രഗ്സ് തന്നെ വേണം, ഒരു സംശയമില്ല. നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ, നമുക്കൊരു ആത്മീയ ആരോഗ്യം, ഒരു സ്പിരിച്വൽ ഹെൽത്ത് ഒരു സൊസൈറ്റിക്കുണ്ട്. അതിനെ സ്പിരിച്വൽ ഹെൽത്ത് എന്നോ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ സ്പിരിച്വൽ ഹെൽത്തും സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ടു എ കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന്റെ ഭാഗമായി ഉണ്ടാകണമെന്ന തിരിച്ചറിവൊക്കെ എല്ലാ സമൂഹത്തിലെയും കുട്ടികൾക്കും കൂടി കൊടുക്കണം. അവിടെയാണ് ഈ മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എത്തിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ പ്രാധാന്യം. ഇതൊന്നുമില്ലാതെ തടയാൻ കഴിയില്ല. കാര്യം പിയർ പ്രഷറിൽ പെട്ടാണ് പലരും ഇത് ചെയ്യുന്നത്, ആദ്യമായി ട്രൈ ചെയ്യുന്നത്, പിന്നീട് അതിൽ പെട്ടുപോവുകയാണ്, പിന്നീട് ജീവിതത്തിലെ സ്ട്രെസ്, നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ഒരു സ്പിരിച്വൽ ഹെൽത്ത് വേണം, ഒരു സോഷ്യൽ വെൽബീയിങ് വേണം. അതോടൊപ്പം എല്ലാ രാജ്യങ്ങളും ഗാർഡ് ചെയ്യണം. പലപ്പോഴും വ്യത്യസ്ത രാജ്യങ്ങൾ ഇത് പണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓപ്പിയം വാർ ഒരു പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ ബ്രിട്ടനും ചൈനയും പോലും യുദ്ധം ചെയ്ത് ഈ ഓപ്പിയം വാറിന് വേണ്ടിയാണ്. അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ചൈനീസ് യുദ്ധത്തെ നശിപ്പിക്കാനായി ഈ ഓപ്പിയം അവിടേക്ക് കാര്യമായി, അതും അഫ്ഗാനിസ്ഥാനിലെ ഓപ്പിയം കാര്യമായിട്ട് അവിടേക്ക് കയറ്റി അയക്കുകയും, അല്ലെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാൻ അല്ലെങ്കിൽ അന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റേഞ്ചിലെ ഓപ്പിയം ഒക്കെ അങ്ങോട്ട് കയറ്റി അയച്ചത്. അപ്പം ഇത് എല്ലാ കാലത്തും ഉള്ള ഒരു കാര്യമാണ്. ഇത് പൂർണ്ണമായും നശിക്കില്ല. ഇതൊരു വടംവലിയാണ്. ഇത് നന്മയും തിന്മയും നടത്തുന്ന ഒരു വടംവലിയാണ്. അതിൽ പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നന്മയുടെ ഭാഗത്ത് നിന്ന് ആ വടം ഇങ്ങോട്ട് വലിക്കുകയും കഴിയുന്നത്ര ആൾക്കാരെ രക്ഷിക്കുകയും ചെയ്യാണ്. ഇതിൽ പെട്ടുപോകുന്നവരോട് ദയവായി ഓർക്കുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് റിഡംഷൻ, റിഫർമേഷൻ, റീക്ലമേഷൻ എന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു യുവാവ്, ഷാറുഖ് ഖാന്റെ മോനല്ല ആരുടെ മക്കളും ആവട്ടെ, പെട്ടുപോവുകയാണെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്തെന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല. പകരം യേശുക്രിസ്തു പറഞ്ഞതുപോലെ 99 ആടുകളെ സുരക്ഷിതമായി നിർത്തി ഇല്ലാത്ത നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തിരയുന്ന ആ ഇടയന്റെ മനസ്സ് സമൂഹത്തിലെ എല്ലാവർക്കും വേണം. കാര്യം ഇവരെ അപലപിച്ചുകൊണ്ട് കൂടുതൽ ആന്റി സോഷ്യൽ സാധ്യതയേ ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും യുവാക്കളോ യുവതികളോ പെട്ടുപോവുകയാണെങ്കിൽ അവരെ അപഹസിച്ചകറ്റാനല്ല, അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. ഇതൊരു ലോങ് ടേം വാറാണ്, കണ്ടിന്യൂയിങ് വാറാണ്. ഒരുപക്ഷെ ദശാബ്ദങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യും ഒരു നല്ല രീതിയിൽ അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് അമ്മമാർ, അച്ഛന്മാർ, പൊതുസമൂഹം ഇവർ ഒരുമിച്ച് നിന്ന് ഈ വിപത്തിനെതിരെ പോരാടാനുള്ള ആർജവം കാണിക്കണം. അതിനോടൊപ്പം നമ്മുടെ ദേശീയ സുരക്ഷാ ഏജൻസീസ്, ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള പല ആൾക്കാർ ഈ വിഷയത്തിൽ ജാഗ്രതയും വേണം. അതുകൊണ്ട് പല കൈകളുള്ള ഒരു പോരാട്ടമാണ്. കാര്യം ഇത് പല തലയുള്ള ഒരു നീരാളിയാണ്. അതിനൊരു മൾട്ടി പ്രോങ് അപ്രോച്ച് തന്നെ വേണം. ആ രീതിയിൽ മെനി ഹാൻഡഡ് അതായത് സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനകത്ത് ഈ യുദ്ധത്തിൽ അധികം കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല എന്ന് കരുതണോ, അതോ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിനാണുള്ളത്? അങ്ങനെയല്ല, സർക്കാരിന്റേതായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പം വെസ്റ്റിലൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ട്, റിക്രിയേഷണൽ ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യണമെന്ന്. അങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന നല്ലൊരു ശതമാനം ലിബറൽസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാരും മോശക്കാരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ മനസ്സിലാകാത്തൊരു പ്രശ്നം, അവരീ ഉപയോഗിക്കുന്ന കാര്യം റിക്രിയേഷൻ മറ്റു പലരുടെ അഡിക്ഷനിലേക്ക് പോകുന്നുള്ളതാണ്. ഈ 1% വരുന്ന ഇതെല്ലാം കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അവരൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ബാക്കി 99% അത് അപകടകരമായി ഭവിക്കും. അവിടെയാണ് ഡ്രഗ്സ് അല്ല, ജീവിതോന്മുഖമായി ജീവിതത്തിൽ പോസിറ്റിവിറ്റിയും സന്തോഷവും ആഹ്ലാദവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. പലരും മദ്യപിക്കുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നേരെ ഒരു മുഖംമൂടി ഇടാൻ വേണ്ടിയിട്ടാണ്, ഒരു മറ ഇടാൻ വേണ്ടിയിട്ടാണ്. മദ്യമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, ബാക്കി എന്ത് അഡിക്ഷൻ, സൈബർ അഡിക്ഷൻ ആകട്ടെ, എല്ലാത്തരം അഡിക്ഷനും എല്ലാത്തരം ലഹരിയും നല്ലൊരു ശതമാനം ഒളിച്ചോട്ടമാണ്. അപ്പോ ജീവിതോന്മുഖമായ വിദ്യാഭ്യാസം, മൂല്യസമ്പ്രദായം, സ്നേഹം, ബന്ധങ്ങളിലുള്ള നന്മ, ഇത് നമ്മുടെ സാമൂഹിക ആത്മീയ ശരീരത്തെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിനെ ശക്തമാക്കും. അങ്ങനെയാകുമ്പോൾ ഡ്രഗ്സ് എന്ന് പറയുന്ന രോഗാണുക്കൾക്ക് അവരെ ബാധിക്കാനുള്ള സാധ്യത പലപ്പോഴും കുറയും. നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നമുണ്ട്, സാമൂഹിക പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നമുണ്ട്, ആത്മീയ പ്രശ്നമുണ്ട്. എല്ലാ തലങ്ങളിലും ആത്മീയ, മത, സാമൂഹിക, രാഷ്ട്രീയ, ഗവൺമെന്റ്, NGOs അടക്കമുള്ള സംഘടനകൾ ഒരുമിച്ച് നിന്ന് പിടിച്ചാലേ ഈ മഹാമാരിയെ, വിപത്തിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയൂ. അങ്ങനെ പരമാവധി സഹകരണത്തിന്റെ പരസ്പര മേഖലകൾ നമ്മൾ എല്ലാവരും കണ്ടെത്തുകയും വേണം.
തീർച്ചയായിട്ടും ഈ യുവജനങ്ങൾ നമുക്കറിയാം യൂത്തിന്റെ മുമ്പിലാണ് എനിക്ക് തോന്നുന്നു അങ്ങേപ്പോലുള്ള യൂത്ത് ഐക്കൺസിന്റെ ചില ഇടപെടലുകൾ എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളൊക്കെ വലിയ രീതിയിൽ ആവശ്യമായി വരുന്നു. കാരണം ഈ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഡ്രഗ്സിന് വേണ്ടിയുള്ള വലിയ 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 മാഫിയകൾ പ്രവർത്തിക്കുന്നുള്ള വാർത്തകൾ സർക്കാർ തന്നെ ഏകദേശം അംഗീകരിച്ച ഒരു കണക്കുകൾ പോലെ നമ്മുടെ മുമ്പിൽ ഉള്ള കാര്യമാണ്. IT മേഖല ഇങ്ങനെ ഒരു വളരെ നമ്മൾ വിചാരിക്കുന്നത് വിദ്യാഭ്യാസമുള്ള നല്ല അറിവും ബോധ്യങ്ങളുള്ള ഒരു സമൂഹം ഇതിൽ പെട്ടുപോകുന്ന ഒരു അപകടവും അല്ലേ. ഈ മേഖലയിലൊക്കെ എനിക്ക് തോന്നുന്നു സിനിമകളിൽ നിന്നുമൊക്കെയുള്ള നല്ല മാതൃകകൾ ഒരു പക്ഷേ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതും അവരുടെയൊക്കെ ബോധവൽക്കരണങ്ങളും ഒക്കെ സജീവമാകേണ്ടതും കൂടിയാണ്. ഒരു വരി കൂടി, ഒരുപക്ഷെ അങ്ങേക്കറിയാം ഏറ്റവും കൂടുതൽ IT മേഖലയിൽ പറയുന്ന ഒരു വാക്കാണ് സാറ്റർഡേ അൺവൈൻഡിങ്. നമുക്ക് അൺവൈൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഇത്തരം കാര്യങ്ങളിൽ പോകുന്നത്. അൺവൈൻഡ് ചെയ്യുന്നത് ഏതൊരു മനുഷ്യന്റെയും ആവശ്യമാണ്. പക്ഷെ അൺവൈൻഡ് ചെയ്യുന്നത് മദ്യം കുടിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് കൂടി കടന്നു മയക്കുമരുന്നെടുത്തോ അല്ല. അവിടെയാണ് കുറെ കൂടെ നല്ല ജീവിതത്തിൽ രസവും സന്തോഷവും സ്നേഹവും ഉല്ലാസവും ആഹ്ലാദവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ലെജിറ്റിമേറ്റ് ആയി സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ, ആരോഗ്യം അംഗീകരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയണം. ആ രീതിയിൽ ഒരു കാര്യം വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരു കാര്യം വേണം, പോസിറ്റീവായ കാര്യം വേണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ കൂടുതൽ നല്ലത്. അവർക്ക് പലപ്പോഴും നോ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. നമ്മൾ എല്ലാ പ്രായം കഴിഞ്ഞ് വന്നിട്ടുള്ളവരല്ലേ. ഒരു 18, 19, 20 വയസ്സുള്ള ഒരു പയ്യനോട് ഒരു കാര്യം വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ നല്ല മാർഗം ഈ ചെറിയ വരയെ വെട്ടാൻ കുറെ കൂടെ വലിയ വര വരച്ച് അവനെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രാർത്ഥനയിലേക്കാകാം, സന്തോഷത്തിലേക്കാകാം, സൗഹൃദ വലയങ്ങളിലേക്കാകാം, പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് അവരുടെ എനർജി, ഇമോഷൻ, സൈക്കോളജി, ചാനലൈസ് ചെയ്യാൻ കഴിയണം. അവിടെയാണ് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാർക്ക്, ഷെയ്ക്കിന TVക്ക്, നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഒരു പങ്കുള്ളത്. ഈ ചാനലൈസേഷൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം കൂടെ ഓർക്കുക, ഒരു യുവത്വം ഒരു സമൂഹത്തിൽ ഡ്രഗ്സിന് അടിപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ മാത്രം തെറ്റല്ല, നമ്മുടെ പരാജയമാണ്. നമ്മളും അതിൽ നിന്ന് മാറി നിന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ കൂടെ പരാജയമാണ് നമ്മുടെ ചെറുപ്പക്കാരോ യുവാക്കളോ യുവതികളോ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മോറൽ എത്തിക്കൽ ഒബ്ലിഗേഷൻ അവരെക്കാൾ മുതിർന്നു നിൽക്കുന്ന ഒരു തലമുറയുടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്. അവരെ തിരിച്ചെത്തിക്കാനുള്ള ആ റെസ്പോൺസിബിലിറ്റി എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആയി കരുതിക്കൊണ്ട് മുന്നോട്ട് ഇതെടുക്കാൻ മുതിർന്ന തലമുറയ്ക്ക് ആർജം ഉണ്ടാകുകയും കുറ്റം പറയാതെ കൂടെ നിന്ന് പരിഷ്കരിക്കുകയും പരിഹരിക്കുകയും പരിവർത്തനം വരുത്തുകയും ചെയ്യാൻ കഴിയുമ്പോഴാണ് എല്ലാവിധ മാറ്റങ്ങളും. തീർച്ചയായും ശ്രീ രാഹുൽ ഈശ്വർ വളരെ ശ്രദ്ധേയമായ ആശയമാണ് അങ്ങ് പങ്കുവെക്കുന്നത്. അഡ്വക്കേറ്റ് ചാർലി പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ഒരു വാർത്ത ഇതാണ്. സ്കൂൾ കേന്ദ്രീകൃതമായിട്ട് വളരെ ചെറിയ കുറച്ച് കുട്ടികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പിടിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കുട്ടി പറഞ്ഞ ഒരു പോയിന്റ് ഇതാണ്, ഇത് ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടി, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നം എന്ന നിലയിലാണ് ആദ്യമായിട്ട് ഒരു പയ്യൻ ലഹരിയിലേക്ക് അടിപ്പെടുന്നത്. ആ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന കാരിയറായി വരെ മാറുന്നു. അത് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ ഞാൻ വായിച്ച ഒരു വാർത്ത കൂടിയാണ്. അതായത് നമ്മൾ ഒരു കാലത്ത് കരുതിയിരുന്ന, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കരുതിയിരുന്നത്, ഒരു 2018+ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും, ഞാൻ ഇന്ന് പറഞ്ഞ കണക്ക് 1800 കേസുകളാണ് ഈ വർഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 500 കേസുകൾ അല്ലെങ്കിൽ 4-1 കേസുകളും 21 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഇതിൽ പ്രതിയാകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജാഗ്രത ചെറിയ ക്ലാസ്സുകൾ മുതൽ തുടങ്ങണം എന്ന സൂചനയായിട്ട് അതിനെ കാണാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ ലഹരി മാഫിയ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്തൊന്നാണ് നിതിൻ സൂചിപ്പിച്ച പോലെ ഈ ഓർമ്മശക്തി വർദ്ധിക്കും, പഠനത്തിന് മാർക്ക് കൂടുതൽ ലഭിക്കും, ടീച്ചേഴ്സിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ജീവിതത്തിൽ വിജയം വരിക്കാൻ നേരത്തെ ദേവപ്രസാദ് സാർ പറഞ്ഞ പോലെ ഞാൻ മിടുക്കനാണെന്നുള്ളൊരു ഇത് ഉണ്ടാക്കുന്നതിന് ഉപോത്ഭകമായി കിടക്കുന്ന ഒരു അപകർഷബോധമാണ്. ഈ അപകർഷബോധത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ തുടക്കത്തിൽ ഒരു സ്റ്റിമുലന്റ് പോലെ ഇത് പ്രവർത്തിച്ചേക്കാം. പക്ഷെ തുടർച്ചയായിട്ട് ഉപയോഗം ആസക്തിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. നേരത്തെ ചില പ്രമുഖ ചാനലുകളൊക്കെ തന്നെ കുടിയല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ഈ ബോധവൽക്കരണത്തിന്റെ പ്രസക്തി ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കുടുംബാസൂത്രണം, സഭ അതിന് അനുകൂലമല്ലെങ്കിൽ പോലും കുടുംബാസൂത്രണത്തിന് വേണ്ടിയിട്ട് 25 കൊല്ലത്തോളം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. 100 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പൊ പുകവലിക്കെതിരെ ഉള്ള പോരാട്ടത്തിന് നമ്മൾ നോക്കുക, ഒരു 75 വർഷത്തോളമായി ഈ പോരാട്ടം നടന്നിട്ട് 75 കോടി രൂപയിലേറെ രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ തന്നെ ഈ ഒറ്റയടിക്ക് ഇന്ന് ബോധവൽക്കരണം നടത്തി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ ഇടവേള മുഴുവൻ കാര്യങ്ങളും മാറുമെന്ന് ചില അച്ഛന്മാർ പറയുന്ന പോലെ അങ്ങനെയല്ല. എന്റെ പ്രശ്നം കൊണ്ടൊന്നും മാറില്ല.
ഇതിന് വ്യത്യസ്തമായ തലങ്ങളിൽ ഇപ്പം മദ്യത്തെ നേരിടുമ്പോൾ തന്നെ UN പറഞ്ഞിട്ടുണ്ട് റിസ്ക് റിഡക്ഷൻ. മദ്യപിച്ചു പോകുന്ന 17 ലക്ഷത്തോളം പേര് ആൾ ഇവിടെയുണ്ട്. അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ എന്താണ് പരിപാടി? രണ്ടാമത് സപ്ലൈ റിഡക്ഷൻ, അതിന് മുമ്പ് ഡിമാൻഡ് റിഡക്ഷൻ ആണ്. ഡിമാൻഡ് റിഡക്ഷൻ നടത്തണമെങ്കിൽ ഇത് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കണം. ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിന് എന്ത് വേണം? ബോധവൽക്കരണ പ്രക്രിയ വേണം. അത് എവിടെ തുടങ്ങണം? നേരത്തെ നീതി സൂചിപ്പിച്ചവരെ നേഴ്സറി ക്ലാസ്സിൽ തുടങ്ങണം. നേഴ്സറി ക്ലാസ്സിലൂടെ, നേഴ്സറി പാട്ടുകളിലൂടെ ഈ അവബോധം ആഴത്തിൽ തറയ്ക്കണം. ഒരു ആലിന് തറ കെട്ടുമ്പോ ഈ ആൽത്തറ ആല് പൊളിക്കുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്, വളരെ സമയമെടുത്താണ്. എന്ന് പറഞ്ഞ പോലെ ഒരു കല്ലിൽ വെള്ളം വീണ് അവിടെ ഒരു ദ്വാരം രൂപം കൊള്ളുന്നത് എത്രയോ വർഷങ്ങൾ കൊണ്ടാണ്. അത്രയോ ഒരു പ്രക്രിയ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിലൂടെ മാത്രമേ ഇതിന്റെ കണ്ണി ഇറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നേഴ്സറി ക്ലാസ്സിലൂടെ, നേഴ്സറി പാട്ടുകളിലൂടെ നമ്മൾ തുടങ്ങണം. എല്ലാ അസംബ്ലികളിലും നമ്മൾ പ്രതിജ്ഞ നടത്തണം. KCBCയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സഭയുടെ ഒരു നയം, മദ്യ നയം സംബന്ധിച്ച്, ലഹരി വിരുദ്ധ നയം സംബന്ധിച്ച് ഒരു രേഖ മാസങ്ങളോളം ചർച്ച ചെയ്ത് 1-2 വർഷമെടുത്ത് അത് KCBC അംഗീകരിച്ച് POCയിൽ വെച്ചിട്ടുണ്ട്. ആ രേഖ ഒന്ന് എടുത്തു നോക്കിയാൽ പോലും നമ്മൾ സഭ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സാമൂഹ്യ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, മീഡിയ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ പണ്ട് മറ്റ് നമ്മുടെ ഗുഡ്നസ് ചാനലിലൊക്കെ 1 കൊല്ലത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞന്മാർക്ക് എന്ത് പറയാനുണ്ട്, സാമൂഹ്യ പ്രവർത്തകർക്ക് എന്ത് പറയാനുണ്ട്, രാഷ്ട്രീയക്കാർക്ക് എന്ത് പറയാനുണ്ട്, അങ്ങനെയുള്ള ചർച്ച നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഷക്കീന ചാനലിലെ മുൻകൈ എടുത്തിട്ട് തന്നെ ഇത്തരമുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നമുക്ക് ഈ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ അല്പമെങ്കിലും സാധിക്കുകയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായും. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ഈ ചർച്ച കാണുന്ന ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഡ്രഗ്സിനൊക്കെ അടിമകളായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. ശരിക്കും അവരുടെ പേരൻസിന് ഇത് എങ്ങനെ ഇവർ രക്ഷപ്പെടുത്തണമെന്ന് ഉള്ള അറിയത്തുമില്ലായിരിക്കാം. അവരുടെ മുമ്പിൽ നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ചർച്ചിൻ്റെ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക സംഘടനകളുടെയൊക്കെ എത്രത്തോളം സാധ്യതകളും അവസരങ്ങളുമുണ്ട് ഇവരെ നേർവഴിക്ക് നയിക്കാനുള്ള അത്തരത്തിലുള്ള കേന്ദ്രങ്ങളോ, അത്തരത്തിൽ എന്തൊക്കെയാണ് ഇവരുടെ മുമ്പിൽ തിരിച്ചു വരാനുള്ള അവസരങ്ങൾ, സാധ്യതകൾ? ഒന്ന്, നമ്മൾ ഇത് തിരിച്ചറിയുമ്പോഴേക്കും വൈകുന്നു എന്നുള്ളത് ഒരു ചെറിയ സൂചനയാണ്. പക്ഷെ തുടക്കത്തിൽ തന്നെ കുട്ടികളെ നിരീക്ഷിക്കാനും അവരുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കാനും തയ്യാറാവുക. കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത്. ഒച്ചയും ബഹളവും ഉണ്ടാക്കിയിട്ട് ഇത് ഉപദേശിച്ച് മാറ്റാവുന്നതോ ധ്യാനത്തിന് വിട്ട മാറ്റാവുന്നതായ കാര്യമല്ല. കാരണം അവന്റെ തലച്ചോറിനെ ബാധിച്ചു. ബോധമുണ്ടെങ്കിൽ മാത്രമല്ലേ ധ്യാനം കൊണ്ട് അവനിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതൊന്നും അവന് ഉൾക്കൊള്ളാവുന്ന മാനസികാവസ്ഥയിലല്ല. തലച്ചോറിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ അവന് ചിന്തയിലും കാഴ്ചപ്പാടിലും സ്വഭാവത്തിലും മാറ്റം വന്നു കഴിഞ്ഞു. ചിന്തയിലും സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും മാറ്റം വന്ന ഒരാളെ, തലച്ചോറിനെ ബാധിച്ചയാളെ ചികിത്സയാണ് മാർഗമെന്ന് മാതാപിതാക്കളെ ധരിപ്പിക്കാൻ വലിയ പാടാ. എല്ലാ മാതാപിതാക്കളും ധരിക്കുന്നത് എന്റെ കുട്ടി അങ്ങനെ പോവില്ല, എന്റെ കുട്ടി വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ്, അങ്ങനെയൊന്നും അല്ല. മാത്രമല്ല ചികിത്സ എന്ന് പറഞ്ഞാൽ എന്തോ മോശം കാര്യമാണ് ധാരണയും ഉണ്ടാകും. അതും നമ്മൾ മാറ്റേണ്ടതാണ്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും തന്നെ എല്ലാ ആഴ്ചയും കൗൺസിലിംഗ് നടത്തുന്ന 1 മണിക്കൂർ സംസാരിക്കുകയാണ് കൗൺസിലറുമായി ഉള്ളു തുറന്ന്. പിന്നെ അവർ ചെയ്യേണ്ട അതിന്റെ മാർഗങ്ങൾ പറഞ്ഞു തരികയാണ്. അത് സാധാരണ കാര്യമാണ്. ഇവിടുത്തെ മാനസികാരോഗ്യ നിലയൊക്കെ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഒന്നീ തുടക്ക സ്റ്റൈലാണെങ്കിൽ നമുക്കൊരു കൗൺസിലറെ കാണാം. കൗൺസിലർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മൾ മാനസികാരോഗ്യ ചികിത്സകനെ തന്നെ കാണണം. അത് നമ്മൾ 1-2 ദിവസം കൊണ്ട് മാറുമെന്ന് വിചാരിക്കരുത്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചു, 2 ആഴ്ച ചികിത്സിച്ചു, ഇവിടുത്തെ പ്രമുഖമായ ഒരു ആശുപത്രിയില്ല, യാതൊരു മാറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ അവരോട് പറഞ്ഞു 90 ദിവസമെങ്കിലും എന്ന് പറഞ്ഞാൽ 3 മാസമെങ്കിലും ചികിത്സിച്ചാലേ ചെറിയ മാറ്റമെങ്കിലും ആ തലച്ചോറിനെ ബാധിച്ച കാര്യത്തിൽ വരുള്ളൂ. പിന്നീട് തുടർ ചികിത്സ വേണം. അതുകൊണ്ട് ചികിത്സയിലേക്ക് കൊണ്ടുപോവുക, പിന്നെ ഇതിനകത്ത് വീണു പോകാതിരിക്കാനുള്ള കരുതലും താങ്ങും തണലുമായി വർത്തിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇത്തരമുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. ഈ മദ്യത്തിനെതിരുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ ഇങ്ങനെയുള്ള ആളുകൾ എടുക്കുന്നില്ല. കാരണം ഇത് അടിച്ചു പൊളിക്കും, അക്രമാസക്തരാകും. അങ്ങനെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളുടെ ഒരു പരിമിതി ഉണ്ട്. എങ്കിലും ചികിത്സാ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ചികിത്സിക്കാൻ തന്നെ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അങ്ങ് മുമ്പോട്ട് വെച്ചത്. ഈ ചർച്ചയുടെ ഏറ്റവും അവസാനം ശ്രീ ടി ദേവപ്രസാദ്, അങ്ങ് ആദ്യഘട്ടത്തിൽ പറയുന്ന പോലെ നമ്മുടെ മുമ്പിൽ ഒറ്റ ഒരു സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് നമ്മുടെ കേരള സമൂഹത്തിന് മൊത്തം ഈ വിഷയം ഒരു അനുകൂലമായിട്ട് ഈ ചർച്ചകൾ പോലും മുമ്പിലേക്ക് വെക്കുന്നത് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ഇതൊരു ബോധവൽക്കരണമായി മാറിയെങ്കിൽ ഒരു പക്ഷേ അത് ഈ വലിയൊരു സമൂഹത്തെ തന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും സാധ്യതകളുമുണ്ട്. എന്താണ് ഏറ്റവും അവസാനം അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? ഈ പ്രശ്നം ഒരു
ശാരീരികമായ അല്ലെങ്കിൽ ബൗദ്ധികയുടെ തലത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് അതിനെ ഒരു ശാരീരികമായ തലത്തിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായ തലത്തിൽ നേരിടേണ്ടത്. പക്ഷെ അടിസ്ഥാനപരമായി ഞാൻ വീണ്ടും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ അടിമപ്പെടുന്നു. നമ്മൾ ബൈബിളിൽ റഖബയർ എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അവരുടെ മദ്യം കൊടുത്തിട്ട് അവർ ഒരിക്കലും കഴിക്കുകയില്ല, ഞങ്ങളുടെ അപ്പം പറഞ്ഞിരിക്കുന്ന കഴിക്കരുതെന്നാണ്, അത് കഴിച്ചാൽ നിങ്ങൾ നശിച്ചു പോകുമെന്നാണ്, അതുകൊണ്ട് കഴിക്കുകയില്ല എന്ന് വളരെ ശാഠ്യത്തോടെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച്, ഒരു ചെറിയ സെക്ടിനെ കുറിച്ചാണ്. അവർ കൂടാരങ്ങളിൽ മാത്രമേ വസിക്കുള്ളൂ, അവരൊരിക്കലും മദ്യപിക്കുകയില്ല, അവർക്ക് എത്ര മദ്യം പിന്നെ ബൈബിളിൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിലാണ് ഇത് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു, നമ്മുടെയൊക്കെ കാലത്ത് ഈ മദ്യത്തോട് പോലും. അത് ആ മനോഭാവം എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും? അതായത് നമുക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു കൂട്ടുകാരൻ ആരും അറിയാതെ, ഇപ്പം ബീഡി വലിച്ചു തുടങ്ങിയ ഒരു കാലത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട്, ആരും അറിയാം അപ്പനെ വിളിച്ച് ബീഡി വലിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൻ എന്റെ ആരൊക്കെ വളരെ ശ്രദ്ധിക്കും, സ്കൂളിലൊക്കെ വരികയൊക്കെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ അപ്പനെ വിളിച്ചത് ബീഡി വലിക്കാനൊന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അത് അവര് എവിടെയൊക്കെ വന്ന് ശ്രമിച്ചാലും അവിടെയുള്ള ഒരു സംവിധാനം തരും. ഈ ഒരു കോൺഷ്യന്റൈസേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് അത് മറ്റതുപോലെ അല്ല. അത് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇവരെ കുറ്റപ്പെടുത്തിയല്ല, ഇതിന്റെ ഒരു വലിയ ദുരന്തം. ഒരുപക്ഷെ ഈ പുകവലിയിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറിയത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു വലിയ ദുരന്തം നമ്മുടെ മുമ്പിൽ കണ്ടു. ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് ഒരു കേരളത്തിലെ ഒരു വലിയ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം ചെറുപ്പകാലത്ത് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തോട് കുഞ്ഞാറ്റി കേണൽ ഗോദവർമ്മരാജ പറയായിരുന്നു, ഔസേപ്പെ നീ പുകവലിക്കരുത്. പക്ഷെ അന്ന് തിരുമേനിയെ ഒളിച്ചിരുന്ന വലിക്കാരൻ അവര് അയൽക്കാരും ഒക്കെയാണ്. അദ്ദേഹം പറഞ്ഞ അവസാന കാലത്ത് ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയപ്പോ അന്ന് തമ്പുരാൻ പറഞ്ഞ് കേട്ടെങ്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങളൊക്കെ എന്തുമാത്രം ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. അപ്പം എന്റെ ഒരു ബോധ്യതാണ്, ഒരു ആത്മീയമായ ഒരു വലിയ ഉണർവുണ്ടാകണം. അതെന്ന് പറഞ്ഞ അതായത് അതൊരു വലിയ ബോധ്യമാണ്. ഇത് ഒരു വംശനാശത്തിന്റെ ഒരു പക്ഷേ പിന്നെ ഒരു സമൂഹത്തിന്റെ ഒരു തലമുറയുടെ തന്നെ തലമുറ ഇല്ലാതായി പോകുന്ന, ഒന്നിനും കൊള്ളാത്തവരായി പോകുന്ന ഒരു വലിയ തിന്മയുടെ ഒരു തുടക്കമാണ്. അത് ഒരു സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി പോലും ഇതാവരുത് എന്നുള്ള ഒരു ബോധ്യം കുട്ടിക്കാലം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർത്തുകയും അവർക്ക് അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രാർത്ഥന പിന്തുണ നമ്മുടെ മാതാപിതാക്കൾ നൽകുകയും ചെയ്താൽ ഒരുപക്ഷെ ഇതൊന്നും ഒരു പരിപൂർണ പരിഹാരമാർഗമെന്ന് എനിക്കറിയാം. എനിക്ക് ബോധ്യമുള്ള ഒരു പരിഹാരമാർഗം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറുപ്പം മുതൽ ഈ കാര്യത്തിൽ എന്റെ മക്കളെ ഈ ഇതിനെ കുറിച്ച് ഒരു വലിയ ബോധ്യത നശിച്ചു പോകും. സമയ പരിമിതി ഇടപെടുകയാണ്. ശ്രീ ടി ദേവപ്രസാദ് പറഞ്ഞതുപോലെ ലഹരി മാഫിയുടെ പിടിയിൽ അമരുന്നത് കേവലം ഒരു വ്യക്തി മാത്രമല്ല, ഒരു സമൂഹം കൂടിയാണ്. വരും തലമുറയ്ക്ക് ആരോഗ്യമുള്ള ഒരു വലിയ സമൂഹത്തിന് ജന്മം നൽകേണ്ട ഒരു തലമുറ കൂടി ഇല്ലാണ്ടാവുകയാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ വിഭവശേഷിയെ ഇല്ലാണ്ടാക്കുവാൻ കൃത്യമായ രീതിയിൽ ലഹരി മാഫിയകളുടെ സാധ്യതകൾ ഉപയോഗിച്ച് കൃത്യമായ ലഹരി മരുന്നുകൾ നൽകിയ ഈ തലമുറയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിഭവശേഷിയെ തന്നെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും എന്ന ബോധ്യം കാർട്ടലുകൾക്ക്, ഡ്രഗ് കാർട്ടലുകൾക്ക് അല്ലെങ്കിൽ ലഹരി മാഫിയകൾക്ക് കൃത്യമായി അറിയാം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാ സമൂഹത്തിനുമുണ്ട്. തീവ്രവാദത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കൺസേൺ ആകുമ്പോൾ വർണ്ണക്കടലാസിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ചിന്തകളെ, ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ഡ്രഗ് അഡിക്ഷനുകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇതിന് അടിമപ്പെടുന്നവരെ ഒറ്റപ്പെടുത്താതെ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, നേർവഴിയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ശ്രീ ടി ദേവപ്രസാദ്, അഡ്വക്കേറ്റ് ചാർലി പോൾ, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, 4 പേർക്കും നന്ദി.